കുറ്റം പറയുകയല്ല, കുറ്റം പറയുന്നതിന്റെ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തവരെയാണ്. നൂറുകണക്കിന് സിനിമകളിൽ പുതുമാരിയും പുതുനാരനുമായി സിനിമകളിൽ രംഗങ്ങൾ അഭിനയിച്ചിട്ടുള്ള നടീനടന്മാർ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു പുതുനാരിയായി ഇറങ്ങിയപ്പോ എന്താ സംഭവിച്ചത്? പിന്നെ തൊലാക്ക്. അങ്ങനെ പെണ്ണുകെട്ടിയ നടീനടന്മാർ വിവാഹമോചനത്തിന് വേണ്ടി കോടതിയുടെ പടിയിറങ്ങിപ്പോരുന്ന രംഗങ്ങൾ എത്രയാ പത്രങ്ങളിലും മീഡിയകളിലും വന്നത്. എന്തേ? ഈ കല്യാണം കഴിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾക്കൊന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോ വയ്യവർക്കൊന്നും ഇവരെയാ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ അവരെ അനുകരിക്കാനുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പെൺമക്കൾ വിചാരിക്കുന്നു ജീവിതം എന്ന് പറഞ്ഞാൽ കൈപിടിച്ച് മലർവാടിയിലൂടെ പൂന്തോട്ടത്തിലൂടെ കൈപിടിച്ച് പാട്ടുപാടി നടക്കുന്ന മലർവാടികളെ പോലെയാണ് ജീവിതം എന്ന് വിചാരിച്ച പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലെത്തി ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കണ്ടപ്പോ ജീവിതവുമായി പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല, തിരിച്ചുപോരാണ്. നടന്മാർക്ക് നടിമാരെ വേണ്ട, നടിമാർക്ക് നടന്മാരെ വേണ്ട. എന്നിട്ട് നമുക്കോ ഇവർ രണ്ടു കൂട്ടരും വേണം. പഠിച്ച തമ്പുരാനെ, എവിടേക്കാണ് സമൂഹത്തിന്റെ പോക്ക്? ആരെയാണ് ഉമ്മത്ത് മാതൃകയാക്കിയത്? എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ സമൂഹത്തിന്റെ ഈ ഭാരമൊക്കെ എങ്ങനെ പേറും? മുഅ്മിനീങ്ങളെ എങ്ങനെ പേറും? ഒരു മനുഷ്യൻ തന്റെ പുരുഷായുസ് മുഴുവനും അധ്വാനിക്കും, തന്റെ പെൺമക്കൾ വിവാഹപ്രായമെത്തി അവരെ മനോഹരമായി സന്തോഷത്തോടെ കെട്ടിച്ചയക്കാനാ. എന്നിട്ട് ഈ മക്കളോട് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസങ്ങളും അല്ലലുകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ അതിവിടെ പറയാതെ വിഷമിപ്പിക്കാതെ മോളെ നീ ക്ഷമിച്ച് ജീവിക്കണം. ഇത് എത്ര ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു, എത്ര ഉമ്മമാർ മക്കൾക്ക് സാരോപദേശം കൊടുത്തു കല്യാണത്തലേന്ന്. എത്ര രക്ഷിതാക്കൾ തന്റെ മകനോ മകൾക്കോ എത്ര രക്ഷിതാക്കൾ സാരോപദേശം കൊടുത്തു. എന്താണ് വിവാഹ ജീവിതം എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇല്ല. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പൊന്നാര മകൾ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ, അവരെ പോലത്തെ ഒരു പുതുനാരിയെ ലോക ചരിത്രം ഇനി കാണാനിടയില്ല. ഹബീബിന്റെ മകളാണ്. സ്വർഗീയ യുവതികളുടെ സ്വർഗീയ പെണ്ണുങ്ങളുടെ നേതാവാണ് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ. ഹബീബിന്റെ ഫിൽദത്തു കബിദ്, ഹബീബിന്റെ കരളിന്റെ കഷ്ണം. ആ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. രണ്ട് കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവരിലൂടെയാണ് തങ്ങന്മാർ എന്ന് നമ്മൾ വിളിക്കുന്ന സയ്യിദ് കുടുംബത്തിന്റെ പരമ്പര എത്തിച്ചേരുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈ രണ്ട് മക്കളിലേക്കാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. എല്ലാ തങ്ങന്മാരുടെയും പരമ്പര എത്തിച്ചേരുന്നത് ഒന്നുകിൽ ഹുസൈനി അല്ലെങ്കിൽ ഹസനി സിൽസിലയിലേക്കാണ്. അവരുടെ ഉമ്മയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. അലി റളിയല്ലാഹു അൻഹു ഒരാഴ്ചക്ക് യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയും കുട്ടികളും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ഫാത്തിമ നിങ്ങൾ എന്തേ വല്ലാതെ ക്ഷീണിച്ചത്? എന്താണ് പ്രശ്നം? അലിയെ, നിങ്ങൾ പോയതിൽ പിന്നെ ഞങ്ങൾ റൊട്ടി കഴിച്ചിട്ടില്ല. ഇവിടെ റൊട്ടി ഉണ്ടാക്കാൻ ഗോതമ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾ ദിവസങ്ങളായി പട്ടിണിയിലാണ്. ഇതെവിടെയാണ്? ഹബീബിന്റെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വീട്ടിലാണ്, തങ്ങളുടെ പൊന്നാര മകളുടെ വീട്ടിൽ. ആലോചിക്കണം മുഅ്മിനേ, 20 ഭൗതിക രാജ്യങ്ങളുടെയും ഒരാത്മീയ രാജ്യത്തിന്റെയും അധിപനാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മകളുടെ വീട്ടിൽ റൊട്ടിയുണ്ടാക്കാൻ ഗോതമ്പില്ല. വേണമെങ്കിൽ എമ്പാടും ഗോതമ്പിന്റെ ചാക്കുകൾ ഇറക്കി കൊടുക്കാൻ അവിടുത്തെ സ്വഹാബികൾ ഒരുക്കമാണ്. പക്ഷെ വേണ്ട. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ വീട്ടിൽ ഗോതമ്പില്ലെങ്കിൽ ഞാൻ യാത്ര പോവുകയാണെന്ന് അറിഞ്ഞിരിക്കെ നിങ്ങൾക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നില്ലേ? അങ്ങ് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാനത് വാങ്ങിച്ചു തന്നിട്ടല്ലേ പോകുമായിരുന്നുള്ളൂ. അങ്ങനെയൊരു ചോദ്യം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹദീസ് നമുക്ക് ലഭിക്കില്ലായിരുന്നു. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ സംഭവം പറയുന്നത്. അതെന്തേ ഞാൻ നിങ്ങളോട് ചോദിക്കാതിരുന്നതെന്നല്ലേ? അതിന്റെ കാരണം എന്റെ ഉപ്പ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നതിന്റെ തലേന്ന് രാത്രി എന്നോട് പറഞ്ഞു, മോളെ ഫാത്തിമ, നാളെ നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് അവരുടെ ജീവിത സഖിയായി പോവുകയാണ്.
അപ്പ എന്നോട് പറഞ്ഞു, മോളെ, അലി റളിയല്ലാഹു അൻഹു എന്ത് നിനക്ക് വാങ്ങിച്ചു തരുന്നുവോ അത് നീ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം. ഒന്നാമത്തെ ഉപദേശം എന്റെ സഹോദരിമാർ, എന്റെ കൊച്ചു പെങ്ങന്മാർ കേൾക്കണം. ഭർത്താവ് കൊണ്ടുതരുന്നത് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു ആര്? ഉപ്പയായ റസൂലുള്ളാഹി. ആർക്ക്? മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക്. അത് പിന്നെ ആ മോഡലല്ലല്ലോ, ഈ മോഡലല്ല, ഇത് മോഡൽ പോയതാണല്ലോ. ഇതൊന്നും പറയല്ല മോളെ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, മോളെ, അലി റളിയല്ലാഹു അൻഹു എന്ത് നിനക്ക് കൊണ്ടു തന്നില്ലയോ അതിനെക്കുറിച്ച് നീ ചോദിച്ചു ബുദ്ധിമുട്ടാക്കരുത്. അത് കൊണ്ടുതരാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ ഒരു വാക്ക് എന്റെ ഉപ്പ എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ അങ്ങയോട് ചോദിക്കാതിരുന്നതെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. സ്വന്തം മക്കളുടെ കഴുത്തിൽ എറ്റിയാൽ പൊങ്ങാത്ത സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിക്കൊടുത്താൽ ജീവിതത്തിന്റെ ബാധ്യത തീർന്നുവെന്ന് മനസ്സിലാക്കുന്നുവോ നമ്മൾ? എന്നിട്ട് നമ്മുടെ മക്കൾ അന്യന്റെ വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കുടുംബ കലഹങ്ങളുണ്ടായി. എത്രയാണ് നിക്കാഹിന്റെ കേസുകൾ കോടതിയിൽ, കുടുംബ കോടതിയിലും കെട്ടിക്കിടക്കുന്നത്? എന്തിന്റെ പേരിൽ? പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റിയില്ല. എങ്ങനെ ഇത് സംഭവിച്ചത്? സംസ്കാരം ഹോൾസെയിലായി കൊടുക്കുന്ന ചാനലുകാരന്റെ സംവിധാനങ്ങളിലൂടെ നമ്മുടെ വീടിനുള്ളിലേക്ക് കടന്നു വന്ന സംസ്കാരം നമ്മുടെ മക്കള് കണ്ടു, പഠിച്ചു, അനുഭവിച്ചു. അത് വരെ പ്രാക്ടിക്കലായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ തലവേദനകൾ അവസാനിക്കുമോ? ഇത് അവസാനിക്കാൻ പോകുന്നുണ്ടോ? അതൊരു മീഡിയയാണ്. TV എന്നതൊരു മീഡിയയാണ്, കമ്മ്യൂണിക്കേഷൻ മീഡിയയാണ്. അത് അതിന്റെ ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റൂലേ? അതന്നെ അത് ഷൻ ചെയ്തേക്ക്, അത് ഒഴിവാക്കിയേക്ക്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഉപയോഗിക്കാം. അതിന്റെ ഉപയോഗം, അതിന്റെ ഉപകാരപ്രദമായ വശങ്ങൾ മാത്രം സ്വീകരിച്ച് മറ്റേത് തള്ളിക്കളയാ. ഇത് കഴിയില്ലേ? ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമാ. ഉപദ്രവം കൂടുതലാണ്. വീട്ടിലൊക്കെ അത് വാങ്ങിക്കുമ്പോൾ പറയും ന്യൂസ് കാണാനാണ്. ന്യൂസ് വരുമ്പോൾ സഹോദരന്മാർ പൂട്ടിപ്പോവുക ചെയ്യാണ്. എന്നിട്ട് ഇതിന്റെ പേരിൽ ഉമ്മത്തിന്റെ സംസ്കാരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സീരിയലുകളെ കൊണ്ട് സമൂഹത്തിൽ പെൺകുട്ടികൾക്കിടയിൽ എത്ര കുടുംബങ്ങൾക്കിടയിൽ മനപ്രയാസങ്ങൾ ഉണ്ടായി, ദുഷിച്ച ചിന്തകൾ കടന്നു വന്നു. എന്താ ഇവർക്കൊന്നും നല്ലത് കൊടുക്കാനില്ലേ? ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ചാനലുകാരൻ 24 മണിക്കൂർ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ ഈ ദുഷിച്ചു നാറുന്ന സംസ്കാരമല്ലാതെ നല്ലത് വല്ലതും അവനെ ഒരു തീമാക്കിയിട്ട് എന്തുകൊണ്ട് സംസ്കാരം നൽകിക്കൂടാ? എന്താ നമ്മൾ ഈ ലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫ്, ഇത്തരം ഉപകരണങ്ങൾ മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നതിന്റെ അപകടമാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത് വഹ്യാണ്. തങ്ങൾ വഹ്യെ സംസാരിക്കൂ. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇന്ന് നമ്മളെ പറ്റി പറയുന്ന പോലെയുണ്ട് ഈ ഹദീസ്. നമ്മളെ പറ്റി തങ്ങൾ പറയാണോ എന്ന് തോന്നിപ്പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞത് 1414 സെഞ്ചുറീസ് അഗോ അള്ളാഹുവിന്റെ ഹബീബ പറഞ്ഞത് വഹയിന്റെ വെളിച്ചമാണ്. അള്ളാഹു നൽകിയ വഹയിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. ഇന്റെ ഉമ്മത്തിന്റെ ചിത്രം ഇങ്ങനെ ആയിത്തീരും. ലഹറത്തിൽ ഖൈനാത്ത് എന്ന് പറഞ്ഞാൽ പാട്ടുപാടുന്ന പെൺകുട്ടികൾ എന്നാണ്. അത് മുസ്ലിം ഉമ്മത്തിൽ പാട്ടുപാടുന്ന പെൺകുട്ടികൾ സ്റ്റേജുകളിൽ ആടിപ്പാടാനുള്ളവരല്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഉംറുൻ യുസ്തഹ എന്ന് ഫിഖ് പറയുന്നത് ആശിക്കപ്പെടുന്ന ഒരു പ്രായത്തിലേക്ക് ശരീരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾ പൊതുവസ്തുവല്ല, അവരെ പൊതുദർശനത്തിന് വെച്ചുകൂടാ. അത് റിയാലിറ്റി ഷോകളിലോ സീരിയലുകളിലോ മാപ്പിളപ്പാട്ടിന്റെ പേരിലെന്ന് ആഭാസ പാട്ടുകൾ ഉണ്ടാക്കാൻ, അഭിനയിപ്പിക്കാനോ മുസ്ലിം പെണ്ണുങ്ങൾ ഇറങ്ങണ്ടെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണിത്. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. എത്രയാണ് മത്സരങ്ങൾ നടക്കുന്നത് പാട്ടുപാടിക്കാൻ. പാട്ടുപാടാത്തവനെ ഒന്നിനും പറ്റൂല എന്നാ, അങ്ങനെയൊക്കെ ആയി തീർന്നിട്ടുണ്ടെന്നാ. അത് സീനിയറായിട്ടും ജൂനിയറായിട്ടും മാരത്തോൺ മത്സരങ്ങളാണ്. കോടികളുടെ വീടുകൾ സമ്മാനം വെച്ച് പന്തയം നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജുകളിൽ അടിപ്പാടി തമർക്കാനുള്ളവരല്ല. ലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്. അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്ന പെണ്ണുങ്ങളും പാട്ടുപാടുന്നവരും സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെടുന്നത്, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിനെ വിളിച്ചു വരുത്തലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗൗരവത്തിൽ ആലോചിക്കണം, ഇത് ഗൗരവത്തിൽ ആലോചിക്കണം. ലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്. യൂറോപ്പുകാരൻ ഉപേക്ഷിച്ചു പോയ
തുപ്പയിൽ നിന്ന്, തുപ്പത്തൊട്ടിയിൽ നിന്ന് നമ്മൾ പിടിച്ചു വാരിയെടുക്കുകയാണ്. അവരതൊക്കെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ചറിഞ്ഞു ഇതിനൊന്നും വലിയ കഥയില്ല. സുബ്ഹാനല്ലാഹ്. 1970കളിലൊക്കെ ഏറ്റവും വലിയ മ്യൂസിക്കിന്റെ ആചാര്യനായിരുന്നു കാറ്റ് സ്റ്റീവൻസ് എന്ന് പറയുന്ന, ഇന്ന് യൂസുഫ് അൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള പോപ്പ് സിംഗർ. അദ്ദേഹം മുസ്ലിം ആവാൻ ഒരു രസകരമായ ഒരു സംഭവമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് വിക്കിപീഡിയയിൽ എടുത്തു നോക്കുക. യൂസുഫ് അൽ ഇസ്ലാം അദ്ദേഹം കാലിഫോർണിയയുടെ നദിയിൽ, കടലിൽ അദ്ദേഹത്തിന് ഒരു അനുഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നത്. ഞാൻ പറയുന്നില്ല, നിങ്ങളത് എടുത്ത് കണ്ടുപിടിച്ചോളൂ. അദ്ദേഹം ഏറ്റവും വലിയ പോപ്പ് സിംഗർ ആയിരുന്നു. അദ്ദേഹം അനുഭവിക്കാത്ത സുഖമൊന്നും നമ്മളാരും അനുഭവിക്കുന്നില്ല. ഇതൊക്കെ അനുഭവിച്ചിട്ട് അയാൾ പുറത്തു പറഞ്ഞു, മ്യൂസിക്കിലൊന്നും ഒന്നും കിട്ടാനില്ല, ഞാൻ ഖുർആനിലേക്ക് വരികയാണ്. ഖുർആനിന്റെ മനോഹാരിത മനസ്സിലാക്കിയ മനുഷ്യൻ ഇന്ന് ഇസ്ലാമിന്റെ പ്രബോധകനാണ്. വെറുതെ തൊപ്പിട്ടടക്കുന്ന ആളല്ല, ഇസ്ലാമിന്റെ ദാഇയാണ്, ഇസ്ലാമിന്റെ പ്രബോധകനാണ് യൂസുഫ് അൽ ഇസ്ലാം. അദ്ദേഹം ഒരു കാലത്തെ പോപ്പ് സിംഗറാണ്. നമ്മൾ എന്നിട്ട് രണ്ട് ചെവിയിലും മ്യൂസിക് വെച്ച് നടക്കുക. നമ്മുടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പിള്ളേരിങ്ങനെ ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുപാടിയിട്ട് നടക്കുക. എന്തേ ഖുർആൻ അതിന് പകരം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊടുത്തൂടെ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബഗ്ദാദിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരാളുടെ ചുറ്റും ഇങ്ങനെ കൂടി നിന്ന് എന്തൊക്കെയോ ശ്രമിക്കുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് നോക്കുമ്പോൾ നല്ല പാട്ടാണ്, നല്ല പാട്ട് കച്ചേരി നടക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ഒന്ന് തലയിട്ട് നോക്കിയിട്ട് പറഞ്ഞു, ലൗ സറഫഹാ ഫീ കിതാബില്ലാഹ്, ഈ മനോഹരമായ ശബ്ദം പാട്ടുപാടേണ്ടതിന് പകരം ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്ത കയർ, ആത്മീയ കയർ, അല്ലാഹുവിന്റെ ഹബൽ പരിശുദ്ധ ഖുർആൻ, അത് ഓതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്നൊരു വാക്ക് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോയി. ഒറ്റവാക്ക്, ഈ പാട്ട് പാടുന്നതിന് പകരം അല്ലാഹുവിന്റെ ഖുർആൻ ഇയാൾ ഓതിയിരുന്നുവെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ഖുർആനിന് എത്ര മനോഹാരിത ഉണ്ടാകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഹിദായത്തിന്റെ നൂറ്, ഹിദായത്തിന്റെ പ്രകാശം അങ്ങോട്ട് കടന്നു ഹൃദയത്തിലേക്ക്. പിറ്റേന്നാൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതേ വഴി വരുമ്പോ ഇതേ മനുഷ്യൻ, പക്ഷേ ആൾക്കൂട്ടം വേറെയാണ്. അദ്ദേഹം പിന്നെ ഖുർആൻ ഓതുന്നതാണ്. മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു. അത് ഒരുപാട് ആളുകൾ നിന്ന് കേൾക്കുകയാണ്. ഹിദായത്തിന് ചിലപ്പോൾ ചെറിയ കാരണങ്ങൾ മതിയാവും. ലമ ഇഖ്ബാൽ അദ്ദേഹം അവിഭക്ത ഭാരതത്തിലെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഇഖ്ബാലിന്റെ ചില ലെറ്റേഴ്സ്, അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളുണ്ട്. അതിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരനായ ഒരു സൈന്യാധിപൻ, ഒരു മുസ്ലിമിന്റെ ഇഖ്ബാലിന്റെ ചില ലെറ്റേഴ്സ്, അദ്ദേഹത്തിന്റെ ചില കുറിപ്പുകളുണ്ട്. ഞാൻ ഇന്ന് മുതൽ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. റബ്ബേ, കൂടുതൽ ആളുകളൊക്കെ ചോദിച്ചു, എന്തേ നിങ്ങളെ മതം മാറ്റാനാണോ അയാൾ കൊണ്ടുപോയത്? നിങ്ങളെ കൺവേർട്ട് ചെയ്യാനാണോ? ഒരു ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് ക്രിസ്ത്യാനിയായി നിങ്ങൾ മുസ്ലിമായി മാറുകയാണോ ഉണ്ടായത്? എന്തേ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ കാരണം വളരെ സിമ്പിളാണ്. ഇഖ്ബാൽ അത് രേഖപ്പെടുത്തി. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, ഐ ലൈക്ക് ദ വെരി സ്റ്റൈൽ ഓഫ് ദെയർ ഡൈനിങ്. അവര് അദ്ദേഹം പറഞ്ഞ കാരണം വളരെ സിമ്പിളാണ്. ഇഖ്ബാൽ അത് രേഖപ്പെടുത്തി. ബ്രിട്ടീഷുകാരമാണെങ്കിൽ അവരുടെ വിശ്വാസം എന്തൊരു മനോഹരമായിരിക്കും. അപ്പൊ ഞാൻ മുസ്ലിം ആവുകയാണ്. അള്ളാഹു പറഞ്ഞ പോലെ ഭക്ഷണം കഴിച്ചപ്പോ ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയെന്ന് സാരം. ചെറിയ കാരണം മതിയാവും. അതുകൊണ്ടാണ് തങ്ങൾ പറയുന്നത്, ഒരു നന്മയും നിസ്സാരമായി കാണരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഈ മനോഹരമായ ശബ്ദം പാട്ടുപാടി തുലക്കേണ്ടതിന് പകരം അല്ലാഹുവിന്റെ പരിശുദ്ധ വചനങ്ങൾ ഓതിക്കൂടെ? പറഞ്ഞപ്പോഴേക്കും ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് കടന്നു. പിന്നെ ആ ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുന്ന വലിയ ഒരു ഖാരി ആയി മാറുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ കഴിവുകളെ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പാട്ടിലൂടെ മനുഷ്യന്റെ മനസ്സിന് സമാധാനം കിട്ടുകയില്ലെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്.
സത്യവിശ്വാസികൾ ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചവർക്ക് അവർക്ക് മനസ്സമാധാനം കിട്ടുന്നത് അല്ലാഹുവിന്റെ വചനങ്ങൾ കൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് സമാധാനം വരുന്നത് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ്. പാട്ടുപാടിയാ കിട്ടൂല. മ്യൂസിക് കേട്ടത് കൊണ്ട് കാര്യമില്ല, മ്യൂസിക് ശ്രവിച്ചത് കൊണ്ടോ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തിട്ടോ കാര്യമില്ല. കേൾക്കേണ്ടത് ദിക്റാൻ, കേൾക്കേണ്ടത് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള കലാമാണ്, കേൾക്കേണ്ടത് ഖുർആനാണ്. എത്ര മനോഹരമാണ്. മർഹൂം അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദിന്റെ ഒക്കെ അല്ലാഹു യർഹം, അദ്ദേഹത്തിന്റെ ഖിറാഅത്തൊക്കെ ഏത് മ്യൂസിക് കൊണ്ട് മാറി നിൽക്കും. എന്താ മ്യൂസിക് ഒക്കെ രണ്ട് പ്രാവശ്യം ഫിലിം ഗാനെ ദോ ദിൻ കെ മെഹ്മാൻ ഹോത്തെ ഹൈ എന്ന് 2 ദിവസം കഴിഞ്ഞ പിന്നെ അതിന്റെ ഇമ്പൊക്കെ കെടും. ഖുർആൻ അങ്ങനെയല്ല, മാധുര്യം കൂടി കൂടി വരും. ആൽഫ്രഡ് ടൊമാറ്റിസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. 50 വർഷം അദ്ദേഹം ചെയ്ത പഠനം ശബ്ദങ്ങളെ കൊണ്ട് മനുഷ്യന്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്നു. അതിന്റെ പേരാണ് സൗണ്ട് ഹീലിംഗ്. കുറെ സയന്റിസ്റ്റുകളുണ്ട്. ഫാബിയൻ മാമാൻ എന്ന് പറയുന്ന ആളുണ്ട്, അലൻ കോവേ എന്ന് പറയുന്ന ആളുണ്ട്, ജപ്പാൻകാരനായ ഒരു ഇമോട്ടോ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹം ശബ്ദ തരംഗങ്ങളെ കൊണ്ട് വെള്ളം ഫ്രീസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെത്തിയ ആളാണ്. എന്നിട്ട് ലോകത്തെ ഏറ്റവും മനോഹരമായ വെൽ സ്ട്രക്ചേർഡായ ശബ്ദം പരിശുദ്ധ ഖുർആൻ മാത്രമുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഏത് മ്യൂസിക്കോ നാച്ചുറൽ സൗണ്ടുകളൊന്നും ഖുർആനിനോളം എത്തുകയില്ല. അബ്ദുദ്ദാഇം അൽ കഹീൽ എന്ന് പറയുന്ന ജീവിച്ചിരിപ്പുള്ള സിറിയക്കാരനായ ഒരു ആലിമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരുപാട് സയന്റിസ്റ്റുകളുമായി റിസർച്ച് നടത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ വലിയ പഠനങ്ങളുണ്ട്. ഖുർആൻ മനുഷ്യ കൽബിലേക്ക് കിടക്കുന്ന ഖുർആൻ ഇങ്ങനെ കേൾക്കുക. ഈ മ്യൂസിക് കേൾക്കുന്ന പറഞ്ഞാൽ നല്ല ഖുർആൻ ഇട്ട് കേട്ടോളൂ. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യ രാജ്യത്തുണ്ടല്ലോ നമുക്ക്, അല്ലേ? ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ കൽബിന്റെ ഉള്ളിൽ മനുഷ്യന് വളരെ കുറച്ചു മാത്രം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഭാഗമുണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ. അതിന്റെ പേര് ഇന്റൻസിക് കാർഡിയാക് ഗാംഗ്ലിയോൺ എന്നാണ്. ആ ഒരു ചെറിയൊരു നെർവസ് സിസ്റ്റം, അവിടെ നിന്നാണ് നമ്മുടെ ബ്രെയിനിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. ബ്രെയിനിൽ നിന്നാണ് പിന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്റ്റിമുലേഷൻ കൈമാറുന്നത്. നമ്മുടെ കൽബിലേക്കാണ്, കൽബാണ് പ്രശ്നം എന്നാണ്. കൽബിന്റെ ഈ കാർഡിയാക് ഗാംഗ്ലിയോൺ തകരാറായാൽ 1 ട്രില്യൺ കോശങ്ങളുള്ള ബ്രെയിൻ തകരാറിലായി പോകും. അത് തകരാറിലായാൽ ശരീരത്തിന് അസുഖങ്ങൾ വരും. ഈ ഹൃദയത്തിനുള്ളിലെ ഈ ഗാംഗ്ലിയോനെ തരപ്പെടുത്താൻ, അതിനെ റീട്യൂൺ ചെയ്യാൻ, അതിന്റെ ഫൈൻ ട്യൂണിങ്ങിന് ഏറ്റവും നല്ലത് പരിശുദ്ധ ഖുർആനാണെന്ന് ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്റെ മുഅ്മിനീങ്ങളെ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഇതൊക്കെ മാറ്റിയിട്ടാണോ നമ്മൾ വല്ലവന്റെ ഈ മ്യൂസിക്കിന്റെ പിന്നാലെ പോകുന്നത്? ലഹറത്തിൽ ഖൈനാത്ത് വൽ മആസിഫ്. ചെറുപ്പക്കാരെ, യുവതലമുറകളെ, യുവാക്കളെ നമ്മൾ ചീത്ത പറയുകയല്ല, ദിശാബോധം നൽകുകയാണ്. ചീത്ത പറഞ്ഞിട്ട് ആലിമീങ്ങളുടെ നമ്മുടെ പാരമ്പര്യവും അങ്ങനെയല്ല. ചീത്ത പറയരുത്. ചീത്ത പറഞ്ഞത് കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കണില്ല. അവരെ നമുക്ക് നേർമാർഗത്തിലേക്ക് കൊണ്ടുവരണം. ഇസ്ലാമിക ലോകത്ത് അതിന് വലിയൊരു മാതൃകയുണ്ട്. മഹാനായ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇറാഖിൽ. അദ്ദേഹം മുസ്തജാബ് ദുആയാണ്, ദുആക്ക് ഉത്തരമുള്ള മുജറബായ ആലിമാണ് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. നമ്മുടെ ഉസ്താദ്മാർക്ക് പരിചയമുള്ള ഒരു നാമമാണിത്. മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ ആലിമാണ്, തസൗഫിന്റെ ആലിമാണ്. അങ്ങോട്ട് യാ അല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ഇരുന്നാൽ ഉത്തരം ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ആലിമിന്റെ കൂടെ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ദിജ്ല എന്ന് പറഞ്ഞ ടൈഗ്രീസ് നദിയുടെ കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോ നദിയിലുണ്ടൊരു ബോട്ട്, നല്ല വിളക്കുകൾ വെച്ച് മനോഹരമായി അലങ്കരിച്ചൊരു ബോട്ട്. അതിനുള്ളിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ പാട്ടുപാടി ആടി തിമർക്കുകയാണ്. മഗ്രിബിന്റെ ഇശാഇന്റെ നേരം. ഇപ്പൊ കൂടെയുള്ള മുരീദന്മാർ ശൈഖ് അവർകളോട് പറഞ്ഞു, മഅറൂഫുൽ ഖർഖി തങ്ങളോട് പറഞ്ഞു, ഉസ്താദേ, ശൈഖ് അവർകൾ ഈ ചെറുപ്പക്കാരോ അല്ലാഹുവിനെ നശിപ്പിക്കാൻ വേണ്ടി ദ്വാരക്കി. ഈ നേരത്ത് ആടിപ്പാടി ഡാൻസും കൂത്തുമായിട്ട് കണ്ടില്ലേ ദിജലയുടെ ഓളങ്ങളിൽ മുസ്ലിം ചെറുപ്പക്കാർ, അവർക്ക് അല്ലാഹുവിന്റെ അദാബ് വരാൻ വേണ്ടി മഅറൂഫുൽ ഖർഖി അങ്ങൊന്ന് ദുആരക്കണം. മഅറൂഫുൽ ഖർഖി തങ്ങൾ ദുആയിരുന്നു. പക്ഷേ അവര് പറഞ്ഞ ദുആയല്ല ദുആയിരുന്നത്. ഈ ഒരു ദുആ നമ്മൾ മനസ്സിലാക്കിയാൽ അള്ളാന്റെ മഹാന്മാരുടെ ഹൃദയമൊക്കെ എത്ര വിശാലമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഭവം മതി. അദ്ദേഹം ദുആയിരുന്നത് എന്താണ്? اللهم كما فرحتهم في الدنيا ففرحهم في الآخرة.
അല്ലാഹുവേ, ദുനിയാവിൽ ഈ ചെറുപ്പക്കാർക്ക് നീ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ ആഖിറത്തിലും സന്തോഷിക്കാൻ വക കൊടുക്കണേ പടച്ചവനെ. ഇതാണ് ദുആ. നശിപ്പിക്കാൻ ദ്വാരക്കണം എന്നാ പറഞ്ഞത്. അദ്ദേഹം ദുആയിരുന്നത് അല്ലാഹുമ്മ കമാ ഫർഹ്തഹും ഫിദ്ദുനിയാ ഫഫർരിഹും ഫിൽ ആഖിറ. ദുനിയാവിൽ സന്തോഷിക്കാൻ നീ ഇവർക്ക് വക നൽകിയല്ലോ പടച്ചവനെ, നാളെ ആഖിറത്തിലും സന്തോഷിക്കാൻ അവർക്ക് വക കൊടുക്ക്. അവരെ ചീത്ത പറയല്ല ചെയ്തത്. ആടുപാടി തിമർക്കുന്നവരെ ചീത്ത പറഞ്ഞില്ല. പക്ഷെ ആ ഒരു ഒറ്റ ദുആ കൊണ്ട് മുഴുവൻ ചെറുപ്പക്കാരും നന്നായി. എന്തേ? ആഖിറത്തിൽ സന്തോഷിക്കാൻ വക കിട്ടണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ പോലെ ജീവിക്കണം. അതിനവരെ തരപ്പെടുത്തി കൊടുക്ക റബ്ബേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ആ ദുആയിൽ ചീത്ത പറഞ്ഞില്ല. അപ്പോ നമ്മുടെ ചെറുപ്പക്കാരെ, നമ്മുടെ യുവതലമുറയെ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ ചിന്തിക്കുക. ഹദീസിന്റെ ബാക്കി ഭാഗം ഹബീബായ നബി തങ്ങൾ പറയുന്നു, വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം വർദ്ധിക്കുന്നത്. മദ്യപാനം വർദ്ധിക്കുന്ന ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. 16 വിഷയങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയത്, 16 വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനം വർദ്ധിക്കുന്നത്. കള്ളുകുടിയന്മാരായി സമൂഹത്തിലെ പുരുഷന്മാർ മാറുന്നത്, സ്ത്രീകൾ മാറുന്നത് അപകടമാണ്, ശിക്ഷകൾ വരുത്തിവെക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളെ നന്മകളായി നന്മവൽക്കരിക്കപ്പെടുന്ന കാലം എന്നാണ് ഈ കാലഘട്ടത്തിന്റെ പേരെന്നെ. പല ഹറാമും ഹലാലായിട്ട് ലേബിളിൽ വരും. ബീർ കുടിക്കാമല്ലോ, അതിൽ ആൽക്കഹോൾ ഇല്ലല്ലോ എന്ന് പറയുന്നവർ, സുബ്ഹാനല്ലാഹ്. ആൽക്കഹോൾ ഇല്ലാത്ത ബീറുണ്ട് എന്ന് പറഞ്ഞ് അത് കുടിക്കാമല്ലോ എന്ന് ന്യായീകരിക്കുന്നവർ. ഏത് ബീറിലും ആൽക്കഹോൾ ഉണ്ട്. ഇല്ല എന്ന് പറയുന്നൊരു ബീർ വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് പിശാച്ച് അത്ര സ്മാർട്ടാന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഈ ആൽക്കഹോൾ ഇല്ലാത്ത ബീർ എങ്ങാനും ആൾക്കാർ കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ മറവിൽ ആൽക്കഹോൾ ഉള്ളത് അങ്ങനെ കയറിപ്പോകും. അറിയില്ല. സുബ്ഹാനല്ലാഹ്, പിശാച്ച് സ്മാർട്ടാണ്. പിശാച് നിങ്ങളുടെ ശത്രു തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ. മുസ്ലിമീങ്ങൾ കള്ളുകുടിയന്മാരായി മാറുന്നത് അപകടമാണ്. ഈ ദുനിയാവിന്റെ അല്ലാഹു ഈ പ്രപഞ്ചത്തിന്റെ ഷെഡ്യൂളുകളെ അട്ടിമറിക്കാൻ വരെ കാരണമാണെന്നാണ് ഹദീസ്. സുബ്ഹാനല്ലാഹ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സംഭവമാണ് കള്ളിന്റെ നിരോധനം, മദ്യപാനത്തിന്റെ നിരോധനം. കള്ളിനെ കള്ള് എന്ന് വിളിക്കൂലെന്നാണ്. ചോടി എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. എനിക്ക് ബാറുകളാണ്. അങ്ങനെ പല പല പേരുകളിൽ, പല നിറങ്ങളിലായിട്ട്, ലേബിളുകളിലായിട്ട് നാടിന്റേതും വിദേശത്തിന്റേതും ഒക്കെ ആയിട്ട് മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാർ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ്, എന്തിനാണ് ഇതൊക്കെ ത്യാഗം? കള്ളുകുടിക്കാൻ. പടച്ച റബ്ബേ, അല്ലാഹു തആല ഹറാമാക്കിയത് ശരീരത്തിലേക്ക് എടുത്തിട്ട് അത് നമ്മുടെ ശരീരത്തിന്റെ സിരകളിലൂടെ കടന്നുപോയി മാംസത്തിലേക്കും രക്തത്തിലേക്കും അങ്ങ് കലർന്നാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹാ. ഏതൊരു ശരീരം ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചുവോ ആ ശരീരം ഏറ്റവും ബന്ധപ്പെട്ടത് നരകത്തിലേക്കാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേതൊരു തിന്മയെ പോലെയല്ല, തിന്മ ശരീരത്തിന്റെ ഭാഗമായി മാറുന്ന ഒരു വിഷയമുണ്ട് മദ്യപാനത്തിൽ. അതുകൊണ്ട് ഏതെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ കൂട്ടുകെട്ടിന്റെ വലയത്തിൽപ്പെട്ട് പ്രഷറിൽപ്പെട്ടിട്ട് ചെറുപ്പക്കാർ അത് നുണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, റമദാനിന്റെ പരിശുദ്ധമായ രാവുകളിൽ പകലുകളിൽ അല്ലാഹുവിലേക്ക് കരഞ്ഞ് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങുക. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുമാറാകട്ടെ. ഒരൽപ്പമെങ്കിലും മദ്യത്തിന്റെ രുചി എന്താണെന്നറിയാൻ ഒരു മനുഷ്യൻ നുണഞ്ഞു നോക്കിയാൽ ലാ തുഖ്ബലു ലഹു സ്വലാത്തു 40 യൗം, 40 ദിവസത്തെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കുടിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? വിവാഹത്തിന്റെ പേരിലും വിവാഹത്തിന്റെ തലേന്നും എന്തിനാണ് മദ്യം വിളമ്പുന്നത്? നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തന്നു എന്ന് അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് നടക്കുന്നതാണ് നിക്കാഹ്. അത് അള്ളാഹു ഹലാലാക്കിയതും ഉമ്മത്തിന്റെ സുന്നത്താക്കിയതുമാണ്. അത്തരം ഒരു പവിത്രമായൊരു അമല നടക്കുന്ന വേദിയിൽ അതിന്റെ തലേന്നോ പിറ്റേന്നോ ആയിട്ട് നമ്മുടെ വീടുകളിൽ എന്തിന് മദ്യം വിളമ്പപ്പെടുന്നു? എന്തിന് ചെറുപ്പക്കാർ അതിന് മുതിരണം? എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങൾ നമ്മൾ ഇടപെട്ടുകൊണ്ട് നിർത്തണം. നാടുകളിൽ അത് നിർത്തലാക്കണം. എന്തിനാണ് അത്തരം ദുരവസ്ഥ? എന്തിനാ അത്തരം നീചമായ സംസ്കാരങ്ങൾ എന്തിന് നമ്മൾ കൊണ്ടുവരണം?
അതിനു വേണ്ടി കാശ് കൊടുക്കുന്നത്, സംവിധാനങ്ങൾ ഒരുക്കുന്നവർ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ കോടതിയിൽ കുറ്റക്കാരാണ് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അത്തരം വിവാഹത്തലേന്നുള്ള പാർട്ടികൾ വേണ്ട. നമുക്ക് അത്തരത്തിലുള്ള അനാചാരങ്ങൾ കൊണ്ടുവരല്ലേ. ഹലാലുകൾ അള്ളാഹു എമ്പാടും ആയിരക്കണക്കിനാണ് ഹലാലുകൾ. ഹറാമ് കുറച്ചേ ഉള്ളൂ അള്ളാഹു ഹറാമാക്കിയത്, അതನ್ನು വിടിഞ്ഞൂടെ? അതുകൊണ്ട് നമ്മുടെ മഹല്ലുകൾ അതിന് സജീവമായിട്ട് ഇടപെടണം. നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാവാതെ കാക്കണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. വശുരിബത്തിൽ ഖുമൂർ, മദ്യപാനികൾ, കള്ളുകുടിയന്മാർ വർദ്ധിക്കുന്നത് ഉമ്മത്തിന്റെ നാശത്തിന്റെ കാരണമാണ്. ഇത് ഈ ഉമ്മത്തിന്റെ സംസ്കാരമല്ല. തങ്ങൾ പറയുന്നു അള്ളാഹുവിന്റെ പള്ളികൾ ബഹളോന്മുഖമാകുന്നത്, പള്ളികളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പള്ളികളെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ്. എത്ര പള്ളികളുടെ ആധാരങ്ങളാണ് കോടതിയിലെ ഫയലുകളിൽ കിടക്കുന്നത്. എന്തിന്റെ പേരിൽ? അടിപിടി കൂടാൻ. ആരുടെ പേരിലാണ് അടിപിടി? അള്ളാഹുവിന്റെ ഭവനത്തിന്റെ പേരിലോ? എന്നിട്ട് ആർക്കാണ് ഈ റെക്കോർഡ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്? പടച്ചതമ്പുരാനോ? ചെറുവേ, ഏത് പടച്ചതമ്പുരാന്റെ പേരിലാണ് ഉമ്മത്തിന്റെ മനസ്സുകൾക്കിടയിൽ, കുഞ്ഞു മനസ്സുകൾക്കിടയിൽ എന്തിന്റെ പേരിൽ മതിൽ കെട്ടണം? എന്തിന്റെ പേരിൽ മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സുകളെ കീറിമുറിക്കണം? സുബ്ഹാനല്ലാഹ്. പള്ളികളുടെ പേരിൽ ഒച്ചപ്പാടുണ്ടാകുന്ന അപകടമാണ്. അനുവദിച്ചുകൂടാ, ഒരിക്കലും അനുവദിച്ചുകൂടാ. ഞാൻ അസന്നിഗ്ധമായി പറയട്ടെ, അല്ലാഹുവിന്റെ ദീനിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ ഒരു പള്ളി ഉണ്ടായിട്ടുണ്ട്. മസ്ജിദ് ഖുബാഇന് പാരയായിട്ട് മസ്ജിദ് ദിറാർ എന്ന് പറയുന്ന പള്ളി പണിത പാരമ്പര്യം ചരിത്രത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയാണ് മസ്ജിദ് ഖുബാ. അതിന് പകരം കപടവിശ്വാസികൾ പള്ളി പണിതു. പള്ളിക്ക് ചരിത്രമിട്ട പേര് മസ്ജിദ് ദിറാർ, ദ മോസ്ക് ഓഫ് അനോയൻസ്. ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളിന്ന്. അത് പള്ളിയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂലിനെ ഉദ്ഘാടനത്തിന് വിളിച്ചു. പാണക്കാട് തങ്ങളെ വിളിക്കാറില്ല ഉദ്ഘാടനത്തിന്. മുനാഫിക്കുണ്ടാക്കിയ പള്ളിന്റെ ഉദ്ഘാടനമാര് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ആയത്തിറങ്ങി, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇത് പള്ളിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പള്ളിന്റെ പേരിൽ പാര വേണ്ട. ഏത് പടച്ചതമ്പുരാന്റെ മുന്നിലാണ് നിന്റെ നെറ്റി നീ കുനിക്കുന്നത്? നിന്റെ അർത്ഥം എന്താ? അല്ലാഹുവേ, നിന്റെ ഭൂമിയിൽ ഞാൻ മണ്ണോളം സമമാണ്. ഇത് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ എങ്ങനെ അഹങ്കാരത്തിന്റെ വാക്കുകൾ വരാ? എന്തിനാണ് ഞങ്ങളുടേത്, എന്റേതെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഉമ്മത്തിനെ കീറിമുറിക്കുന്നത്? ഇത് വേദനിപ്പിക്കുന്ന വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾക്ക് ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദീനയിലാണ് സംഭവം നടക്കുന്നത്. മസ്ജിദ് ദിറാർ പൊളിച്ചു കളഞ്ഞു. മസ്ജിദ് ദിറാർ ചരിത്രം അതാ, പൊളിച്ചു കളഞ്ഞു. പള്ളിയല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല, ഫിത്നയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഒരിക്കലും നിസ്കരിക്കരുത് നബിയെ, അങ്ങ് ഉദ്ഘാടനത്തിന് പോകരുത് നബിയെ. ഖുർആൻ പോകരുത് എന്ന് പറഞ്ഞു, അല്ലാഹു നിരോധിച്ചു. പിന്നെ ലമസ്ജിദുൻ ഉസ്സിസ അലത്തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുരീദൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അങ്ങ് മദീനയിലേക്ക് കാല് വെച്ച നാള് മുതൽ അല്ലാഹുവിന്റെ തഖ്വയിൽ പണിതുയർത്തിയ പള്ളി ഏതോ അത് ആർഭാടമില്ലാത്ത പള്ളിയാണ്, അത് ഓലമേഞ്ഞ പള്ളിയാണ്. പക്ഷേ അതിന്റെ അസ്ഥിവാരം തഖ്വയാണ്, മത്സരമല്ല. അങ്ങനെ തഖ്വയിൽ പണിത പള്ളിയിൽ മാത്രം അങ്ങ് നിസ്കരിച്ചാൽ മദി നബിയെ എന്ന ആയത്തിറങ്ങുന്നത് ഈ സംഭവത്തിന്റെ പേരിലാണ്. എന്തിനാണ് ഒച്ചപ്പാടുകൾ? എന്തിനാണ് പള്ളിയുടെ പേരിൽ ഒച്ചപ്പാടുകൾ? വലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്. സുബ്ഹാനല്ലാഹ്. അന്ത്യനാളിന്റെ അടയാളങ്ങൾ തങ്ങൾ പറയുന്നതിൽ നമ്മൾ ആലോചിക്കണം. ഒരു ഹദീസ് തങ്ങൾ പറയുമായിരുന്നു, വല്ലാഹി, അല്ലാഹുവേ തന്നെയാണ് സത്യം, ലതുസഖരിഫുന്നഹാ കമാ സഖറഫത്തിൽ യഹൂദു വന്നസ്വാറാ.
ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ സെനഗോഗുകളും അവരുടെ ചർച്ചുകളും അവർ ആർഭാടമുള്ളതാക്കിയ പോലെ ഒരു കാലത്ത് നിങ്ങളും അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് മില്യൺ കണക്കിന് ദശലക്ഷങ്ങൾ ചെലവഴിച്ച് നിങ്ങൾ ആർഭാടമുള്ളതാക്കും. തങ്ങൾ പറഞ്ഞു ചെയ്യണ്ടെന്ന് തങ്ങൾ പറഞ്ഞു, പക്ഷെ നിങ്ങളത് ചെയ്യും. റോമിലെയോ ഗ്രീസിലെയോ ചർച്ചിനെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. അള്ളാഹുവിന്റെ മസ്ജിദിന് വേണ്ടി ഇവിടെ ദശലക്ഷക്കണക്കിന് കാശ് നീ ചെലവഴിക്കേണ്ട കാര്യമില്ല. അന്ത്യനാളിന്റെ അടയാളമാണ്, പക്ഷെ അത് ഹലാലാണ്. ഏതുപോലെ ടോളസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കഥ പറഞ്ഞ പോലെ അത് ഹലാലാണ്, പക്ഷേ അന്ത്യനാളിന്റെ അടയാളമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികൾ ബഹളോന്മുഖമാകുന്നത്, അവിടെ വെച്ച് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് അപകടമാണ്, പാടില്ലാത്തതാണ്. ഇനി ഹബീബ് പഠിപ്പിക്കുന്ന ഏതാനും വിഷയങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. വസാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും. ഒരു കുടുംബത്തിന്റെ നാഥൻ, ഒരു കുടുംബനാഥൻ, കുടുംബത്തിലെ കാരണവർ മദ്യപാനിയും വ്യഭിചാരിയും മാറുമ്പോൾ, ഫാസിഖായി മാറിയാൽ കുടുംബനാഥന്മാർ സ്വാലിഹീങ്ങളാവേണ്ടവരാണ്. വാപ്പയെ കണ്ട് പഠിക്കേണ്ടവരാണ് മക്കൾ, മൂത്ത ജ്യേഷ്ഠനെ കണ്ട് പഠിക്കേണ്ടവരാണ് അനിയന്മാർ. അവര് തന്നെ ദുർമാർഗികളായി തീരുമ്പോ സാദൽ ഖബീലത ഫാസിഖുഹും, കുടുംബനാഥന്മാർ മോശക്കാരായി മാറുന്നത് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബം നന്നാവാൻ അല്ലാഹു പറഞ്ഞൊരു ദുആയുണ്ട് സൂറത്തുൽ ഫുർഖാനിൽ. കുടുംബം നന്നാവാൻ അത് ആവശ്യമാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ചർച്ചയിൽ നമുക്ക് കൊണ്ടുപോകാൻ ആ ഒരു ദുആ ഇരിക്കട്ടെ. നമുക്കറിയുന്ന ദുആയാണ്, ഞാൻ അതിന്റെ അർത്ഥം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം അല്ലാഹു ഇബാദുർ റഹ്മാനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും നല്ല ആളുകൾ ആരാണ്? അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾ. അവരുടെ വിശേഷണങ്ങൾ പറയുന്നുണ്ട്. താഴ്മയുള്ളവർ, വിനയമുള്ളവർ, അനാവശ്യങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവർ, ആരെങ്കിലും അനാവശ്യങ്ങൾ പറഞ്ഞാൽ ഒന്നും മറുപടി കൊടുക്കാതെ പോകുന്നവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം, എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. മറ്റൊരു ദുആ കൂടെ പറഞ്ഞിട്ടുണ്ട് അവിടെ, അത് നരകത്തെ കാവൽ ചോദിക്കുന്ന ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാക്കേണമേ. നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നരകത്തിന്റെ തീ ഞങ്ങളെ തൊടിക്കാതെ രക്ഷപ്പെടുത്തണേ എന്ന് എന്നുമെന്നും ദുആ ചെയ്യുന്നവർ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ. അപ്പോ രണ്ട് ദുആയ, ഒന്ന് നരകത്തെ കാക്കുന്ന ദുആ, മറ്റൊന്ന് കുടുംബം നന്നാകാനുള്ള ദുആയാണ്. എന്താണ് ആ ദുആ? റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലന, നീ ഞങ്ങൾക്ക് നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ, വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിലും നൽകണമേ. എന്ത്? ഖുർറത അയുനിൻ, ആങ്ക് കി ഠണ്ടക്, കണ്ണിന്റെ കുളിർമയെ തരണം. എവിടെ? ഭാര്യമാരിലും, ഭാര്യയിലും, മക്കളിലും. അസ്വാജ് എന്നുള്ള വാക്കൊരു പ്രത്യേകമായ വാക്കാണ്, ഖുർആനിന്റെ അത്ഭുതമുള്ള വാക്കാണ്. അസ്വാജി എന്ന് എവിടെ പറയുന്നുവോ അവിടെയൊക്കെ ഒരേ സമയം ഭർത്താവ് എന്നും അർത്ഥം വരും, ഭാര്യ എന്നും അർത്ഥം വരും. സൗജി എന്ന വാക്കിന്റെ പ്ലൂരലാണ്. ആ ഒറ്റ വാക്കിനെ സംബന്ധിച്ച് തന്നെ പറയാനുണ്ട്, അത് ഖുർആനിന്റെ ലഫ്ളിയായ മുഅ്ജിസത്തുകൾപ്പെട്ടൊരു വാക്കാണത്. വിശദീകരിക്കണില്ല, സൂചന തരാം. മുസ്താദമാർക്കൊക്കെ അത് അറിയാവുന്ന കാര്യമാണ്. സൗജി എന്ന് ഖുർആൻ എവിടെയൊക്കെ പറഞ്ഞോ അത് മുഅ്മിനത്തായ ഭാര്യയെ സംബന്ധിച്ചേ പറയുള്ളൂ. ഭാര്യ മുഅ്മിനല്ലെങ്കിൽ അവിടെ ഇംറഅത്ത് എന്നാ പറയാ, പെണ്ണ് എന്നാ പറയാ. ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത്. എന്തേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരെ സംബന്ധിച്ച് ഖുർആൻ ഇംറഅത്ത് എന്ന് പറഞ്ഞത് അവര് മുസ്ലിമീങ്ങളല്ലായിരുന്നു.
നരകത്തിലേക്ക് പോകുന്നവരുടെ ഉദാഹരണം ഖുർആൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. നരകത്തിലേക്ക് പോകുന്ന അവിശ്വാസികൾക്ക് മുഴുവനും ഉദാഹരണം ലൂത്ത് അലൈഹിസ്സലാമിന്റെയും നൂഹ് അലൈഹിസ്സലാമിന്റെയും ഭാര്യമാരാണ്. ഭാര്യ എന്ന് പറയുന്നിടത്ത് ഖുർആൻ സൗജ് എന്ന് പറഞ്ഞില്ല, ഇംറഅത്ത്, പെണ്ണ് എന്ന് അർത്ഥം പറഞ്ഞുള്ളൂ, പെണ്ണ് എന്ന് ആയിട്ടുള്ളൂ. മുഅ്മിനാവുമ്പോഴേ ഭാര്യ സൗജാവുള്ളൂ. സൗജ് എന്ന് പറഞ്ഞാൽ ഇണയെന്നാണ്. അത് മനോഹരമായ പ്രയോഗമാണ്. ഭാര്യ മുസ്ലിമത്താണ്, പക്ഷേ ഭർത്താവ് മുസ്ലിമല്ലെങ്കിലും ഖുർആൻ പറഞ്ഞു ഇംറഅത്ത്. മറിയം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഫറോവ ചക്രവർത്തിയുടെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ മുസ്ലിമായത് ഖുർആൻ അനുസ്മരിക്കുന്നുണ്ട്. വദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണം ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ. എന്തേ ഫിർഔനിന്റെ പെണ്ണ് എന്നേ പറഞ്ഞുള്ളൂ, സൗജി എന്ന് പറഞ്ഞില്ല. എന്തേ? അവര് മുസ്ലിമത്താണ് ആസിയ ബീബി, പക്ഷേ ഭർത്താവ് കാഫിറാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ലൂത്ത് അലൈഹിസ്സലാമിന്റെയും ഓരോ ഭാര്യമാർ, ഭർത്താക്കന്മാർ മുസ്ലിമീങ്ങളാ, ഭാര്യമാർ അവിശ്വാസികളായിരുന്നു. അപ്പൊ പറഞ്ഞു ഇംറഅത്ത്. ഇനി മുസ്ലിം ആയാൽ തന്നെ മക്കൾ ജനിക്കുന്നവരെ അവരെ പറ്റി പെണ്ണ് എന്നേ പറയുള്ളൂ, ഇംറഅത്ത് എന്നേ പറയുള്ളൂ. മക്കൾ ജനിച്ചാ പറയും സൗജ്, ഇണ എന്ന് പറയും. സക്കരിയ അലൈഹിസ്സലാമിന്റെ സംഭവം അതിന് സാക്ഷ്യമാണ്. കുട്ടിയില്ലാതെ വന്നപ്പോ ദുആയിരുന്നു, അല്ലാഹുവേ കുട്ടിയെ തരണം, അല്ലാഹുവേ മക്കളെ തരണം, അല്ലാഹുവേ നീ എനിക്ക് മക്കളെ തരണമെന്ന് സക്കരിയ അലൈഹിസ്സലാം ദുആയിരുന്നു. അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് എനിക്കൊരിക്കലും നഷ്ടം വരില്ല എന്ന് സക്കരിയ നബി പറഞ്ഞു. ഫലമകും ബിദുആഇ റബ്ബി ശഖിയ്യാ. എനിക്ക് അല്ലാഹുവിനോട് ദുആ ഇരുന്നിട്ട് ഒരിക്കലും തന്നെ പരാജയം സംഭവിച്ചിട്ടില്ലല്ലോ. പടച്ചവനെ മക്കളെ തരണം. അങ്ങനെ അവര് പറഞ്ഞു വംറഅതി ആഖിറ. എനിക്ക് തന്നെ പ്രായമായി, എന്റെ പെണ്ണ് മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്. ഇംറഅത്ത്, സൗജ് എന്നല്ല, ഇംറഅത്ത്. മുസ്ലിമത്താണ്, പക്ഷെ പ്രസവിച്ചിട്ടില്ല, മക്കളുണ്ടായിട്ടില്ല. അപ്പൊ പറഞ്ഞു ഇംറഅതി, എന്റെ പെണ്ണ് ആഖിറ, അവൾ പ്രസവിക്കാത്തവളാണല്ലോ. എന്നാലും അല്ലാഹുവേ നിനക്കവളെ പ്രസവിപ്പിക്കാൻ കഴിയുമല്ലോ, എനിക്ക് കുഞ്ഞിനെ തരാൻ കഴിയുമല്ലോ. അല്ലാഹു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞാണ് യഹ്യ അലൈഹിസ്സലാം, ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന യഹ്യ അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ മകനാണ്. സക്കരിയ നബിക്ക് മകനെ കൊടുത്തപ്പോ ഖുർആൻ പറഞ്ഞു സക്കരിയ നബിക്ക് നാം അനുഗ്രഹം കൊടുത്തു. വഅസ്ലഹ്നാ ലഹു സൗജഹു, അവരുടെ ഭാര്യയെ നാം നന്നാക്കി കൊടുക്കുകയും ചെയ്തു. അവർ മക്കൾ ജനിച്ചപ്പം പറഞ്ഞു സൗജ്, മക്കളില്ലാത്തപ്പം പറഞ്ഞു ഇംറഅത്ത്. അപ്പോ ദുആ ഇതാണ്, മനപ്പൊരുത്തമുള്ള ഈമാനുള്ള ഭാര്യ ഭർത്താക്കന്മാരാവാനുള്ള ദുആയാണിത്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാർ കൺകുളിർമയുള്ള ഭാര്യമാരെ കിട്ടാൻ ഇത് ദുആ ചെയ്യണം. വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടികൾ കൺകുളിർമയുള്ള ഭർത്താവിനെ ലഭിക്കാൻ ദുആ ചെയ്യണം. കൺകുളിർമ എന്ന് പറഞ്ഞപ്പോ ഈ ഭൗതിക ശരീരത്തിന്റെ ഭംഗി അല്ലല്ലോ. സത്യത്തിൽ അത് അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന സംസ്കാര സമ്പന്നനായ ഒരാളായിരിക്കുക, ഒരു പെണ്ണായിരിക്കുക. ഇതാണല്ലോ കൺകുളിർമ. അല്ല പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളാവുക. അത് തരണേ റബ്ബേ. കല്യാണം കഴിച്ചു പോയവർ, വിവാഹിതരായി കഴിഞ്ഞവർ, മക്കൾ ജനിച്ചവരൊക്കെ തന്നെ സ്വന്തം മക്കളിൽ നന്മ കാണാതെ വരുമ്പോ, സ്വന്തം ഭാര്യയിൽ നന്മ കാണാതെ വരുമ്പോ ദുആ ചെയ്യണം. ഈ ദുആ വിവാഹം കഴിഞ്ഞ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ദുർനടപ്പുകാരായി ജീവിക്കുമ്പോ അവരെ നന്നാക്കി തരാൻ വേണ്ടി ഈ ദുആ ഇറക്കണം. എല്ലാവർക്കും പറ്റിയ ദുആയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ അവസാന ഭാഗം വളരെ പ്രത്യേകതയാണ്. എന്താ ദുആ ഇറക്കുന്നത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. പെണ്ണ് പറയുമ്പോ ഇതിന്റെ അസ്വാജ് എന്ന് പറയുമ്പോ എന്റെ ഭർത്താവ് എന്നായി, ഭർത്താവ് പറയുമ്പോ ഇതിന്റെ അർത്ഥം എന്റെ ഭാര്യ എന്നായി. രണ്ടിനും പറയാൻ പറ്റിയ വാക്കാണ്. ഖുർആൻ അങ്ങനെ അത്ഭുതകരമായ പല വാക്കുകളും ഖുർആൻ പ്രയോഗിക്കും. റബ്ബന, ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ. ഇത് കുടുംബം നന്നാവാനുള്ള ദുആയാണ്, ഉമ്മത്തിന്റെ സംസ്കാരം നന്നാവാനുള്ള ദുആയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ഓശാരമായി നൽകണമേ. മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാരിൽ, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും നൽകണമേ. എന്ത്? ഖുർറത അഅ്യുനിൻ, the coolness of eyes. ഞങ്ങളുടെ കണ്ണിന്റെ കുളിർമയെ തരണം പടച്ചവനെ. കണ്ണിന്റെ കുളിർമ തരണം റബ്ബേ.
കണ്ണിനെ കണ്ണഞ്ചിപ്പിക്കണം. നേരത്തെന്താ? സന്തോഷം നൽകണം ഭാര്യയിലും ഭർത്താവിലും മക്കളിലും. ഇത് കുടുംബനാഥൻ ദ്വാരക്കാണ്. എന്നിട്ട് എന്താ അവസാനം പറയുന്നത്? മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരായി ഞങ്ങളെ മാറ്റിത്തരേണമേ എന്ന് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ദ്വാരന്നിട്ട് മക്കളെ നന്നാക്കി തരണേ, ഭാര്യ നന്നാക്കി തരണേ എന്ന് മാത്രം പറഞ്ഞ് നിർത്തല്ല. അവരൊക്കെ നന്നായാൽ മതി, ഞാനിനി ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി, അങ്ങനെയല്ല. മക്കള് സ്മോക്ക് ചെയ്യരുത്, അവര് കള്ളുടിക്കരുത് എന്നൊക്കെ വാപ്പാക്ക് നല്ല നിർബന്ധമുണ്ട്. പക്ഷെ വാപ്പാക്കാവ് നിർത്താനാവില്ല. അതല്ല, ഈ ദ്വാരുന്ന വാപ്പയും മാറും. വാപ്പ എന്താ പറയണത്? മക്കളെ നന്നാക്കണേ, ഭാര്യയെ നന്നാക്കണേ എന്ന് പറഞ്ഞിട്ട് അവസാന ഭാഗം മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണം. ആരാ ഇമാം എന്ന് പറഞ്ഞാൽ? മുമ്പിൽ നിന്നിട്ട് ആ ഇമാമ് ചെയ്യുന്നത് പോലെ മഅ്മൂമ് ചെയ്യാം. അപ്പൊ പടച്ചോനെ മക്കളെയും ഭാര്യയൊക്കെ നന്നാക്കി തരണേ എന്ന് പറഞ്ഞിട്ട് അവസാനം മുത്തഖീങ്ങൾക്ക്, ഇവരൊക്കെ നന്നായ മുത്തഖീങ്ങളായി, അവർക്ക് ഇമാമായിട്ട് അവർക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയ ആളാക്കി എന്നെ മാറ്റിത്തരണം. ഇത് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. എന്തൊരു ദുആയാണ്, എന്തൊരു ദുആയാണ്. എന്നെ ഇമാമാക്കണം, എന്റെ മക്കൾ എന്നെ കണ്ടുപിടിക്കണം, എന്നെയും നന്നാക്കി താ റബ്ബേ എന്നായിപ്പോയി. അപ്പോ കുടുംബനാഥന്മാർ മുത്തഖീങ്ങളാവേണ്ടവർ, മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കേണ്ടവർ. അതിനൊക്കെ പകരം അവർ ഫാസിഖുകളായി മാറിയാലോ, അവർ തമ്മാടിത്തരം ചെയ്താലോ, അവർ പലിശയിടപാടുകാരായാൽ, അവർ മദ്യപാനികളും വ്യഭിചാരികളുമായി പോയാൽ എന്തൊരു അപകടമാണ്. ഒരു കൂട്ടം ആളുകളുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ തോന്നിയവാസം ചെയ്യുന്ന ആളുകളായി മാറുന്നത് അത് പാടില്ലാത്തതാണ്. അവസാനത്തെ രണ്ടെണ്ണം കൂടെ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനെ അയാളുടെ ഷർറ് പേടിച്ച് ബഹുമാനിക്കേണ്ട ദുർഗതിയുണ്ടായാൽ, ഒരു മനുഷ്യനെ ബഹുമാനിക്കുന്നത് എന്തിനാ? അയാളുടെ ഷർറ് പേടിച്ചിട്ട്. കമ്മിറ്റിയിൽ എടുക്കാനൊന്നും പറ്റിയ ആളല്ല, പക്ഷെ എടുക്കാതിരുന്നാൽ ആള് പ്രശ്നം ഉണ്ടാക്കും. എന്നാ പിന്നെ കിടക്കട്ടെ ഒരു പേര്. അങ്ങനെ കുടുങ്ങിയിട്ട് മഖാഫത്ത് ശർരിഹി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ആള്. ഇങ്ങനെ മനുഷ്യന്റെ ശർറ് പേടിച്ച്, ഗുണ്ടായിസ് എന്നൊക്കെ പറഞ്ഞ അതിന്റെ ഒരു വലിയൊരു ഭീകരമായ മുഖമാണ് ഈ ഗുണ്ടായിസ് എന്ന് പറഞ്ഞാൽ. പേടിച്ചിട്ട് പോലീസുകാരെ എഴുന്നേറ്റ് നിൽക്കുക. എന്തേ? ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു കളയൂ. എത്ര അനുഭവങ്ങളുണ്ടല്ലേ, എത്ര അനുഭവങ്ങളുണ്ട്. ഒരു മനുഷ്യന്റെ ആധ്യാത്മികവും ധാർമ്മികവുമായ ഒരു മനുഷ്യന്റെ നന്മകൾ കാണുമ്പോഴാ ബഹുമാനിക്കേണ്ടത്. അങ്ങനത്തെ ഒരു നന്മയുമില്ല. പിന്നെ ആ മനുഷ്യനിൽ നിന്ന് ഭീഷണി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് ഒരു മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നു, ബഹുമാനിക്കുന്നു, വലിയ ആളായിട്ട് വെക്കുന്നു. എന്തിനെ? ശർറ് പേടിച്ചിട്ട്. അത്തരം ആളുകൾ സമൂഹങ്ങളിൽ വളർന്നു വരുന്നത്. അവസാനത്തെ ഒരടയാളം കൂടെ തങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ, ഈ സമൂഹത്തിന്റെ പിൽക്കാലത്ത് വന്നവർ സമൂഹത്തിന്റെ മുൻഗാമികളെ ചീത്ത പറയുമ്പോൾ ഇപ്പണി ഏറ്റവും ചെയ്യുന്നത് ഷിയാക്കളാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഷിയാക്കൾ നമ്മുടെ നാട്ടിലില്ല. ഷിയാക്കൾക്ക് പണിപ്പി ചീത്ത പറയൽ തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും ഇവരെ ചീത്ത പറയാന്നുള്ള പണിയപ്പി ഷിയാക്കൾക്കുള്ളത്. നമ്മൾ പത്രത്തിലെ കാണുമല്ലോ, ഷിയാ സുന്നി സംഘടന എന്നൊക്കെ പറഞ്ഞിട്ട് ഇറാഖില്, പാകിസ്ഥാനില്, എവിടെ ഇവിടെ എന്നൊക്കെ. എന്താ ഈ ഷിയാക്കൾ നമ്മളുടെ വ്യത്യാസം എന്തേ ഉള്ളൂ? അവര് പറയും അലി റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ ഖലീഫയാകേണ്ടത്, അത് മറ്റുള്ളവ തട്ടിയെടുത്തു. ഇത് പറയാനാ ഇവര് ഇന്നും അവർക്ക് ഇസ്ലാമിക വെബ്സൈറ്റുകൾ, കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ വെബ്സൈറ്റൊക്കെ നമ്മൾ തെരഞ്ഞെടുന്ന അത് മുഴുവൻ കാണാൻ ഷിയാക്കളുടേതായിരിക്കും. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ഷിയാ വിശ്വാസം ഉമ്മത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ. എന്താ അവര് പറയാ? സ്വഹാബത്തിനെ ചീത്ത പറയാം. എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട് ദുബൈയിൽ. അവര് മാതൃഭാഷ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്, പക്ഷേ അവര് ഈ ഷിയാ വിശ്വാസക്കാരാണ്. ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഈ ചർച്ച നമുക്ക് വേണ്ട. ഇത് സ്വഹാബത്തിനെ ചീത്ത പറയാനാണ്. അവരുടെ അമലുമായി കഴിഞ്ഞുപോയി, അവര് വഫാത്തായി പോയില്ലേ. ഇനി എന്താ അവരെ പിടിച്ച്? അവരെ അമൽ അള്ളാഹുവിന്റെ കയ്യിലാണ്. എന്തിനാ നമ്മളത് ചർച്ച ചെയ്യുന്നത്? ജീവൽ പ്രധാനമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിരിക്കട്ടെ. സ്വഹാബത്തിന്റെ അമലുകൾ ചർച്ച ചെയ്യാൻ നമ്മൾ ആരാണ്? അങ്ങനെ പറഞ്ഞതിന് ശരിക്കും ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. ഇത് ചീത്ത പറയൽ അവരുടെ തൊഴിലാണ്.
അങ്ങനെ വലിയൊരു ചീത്ത പറയുന്ന ഒരു വലിയ റാഫിളി ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. റാഫിളി എന്ന് പറഞ്ഞാൽ ഷിയാ വിഭാഗത്തിലെ വലിയ ഒരു അങ്ങേയറ്റം എക്സ്ട്രീമിസ്റ്റുകളാണ്. ദേഷ്യം കിട്ട് വന്നിട്ട് അവർക്ക് ആകെ ദേഷ്യം ആരോട്? സിദ്ദീഖ് തങ്ങളോട്, ആരോട്? ഉമർ തങ്ങളോട്, ആരോട്? ഉസ്മാൻ തങ്ങളോട്. പടച്ച റബ്ബേ, ഇവരൊക്കെ അശറത്തുൽ മുബശ്ശരീങ്ങളാണ്. അവരോടൊക്കെ ദേഷ്യം വെച്ച ഖൽബ് എങ്ങനെയാ സ്വർഗത്തിലെത്തുക? അല്ലാഹു അലം. 2 കഴുതയെ വാങ്ങിയെന്നാണ് ഒരു മനുഷ്യന്റെ ദേഷ്യം തീർക്കാൻ. ഒരു കഴുതക്ക് അബൂബക്കർ എന്നും പേരിട്ട്, മറ്റേ കഴുതക്ക് ഉമർ എന്നും പേരിട്ട് അടിക്കാൻ തുടങ്ങി. അടിച്ചിട്ട് ഇയാൾ അടിക്കണത് ഉമർ അല്ലാഹുവിനെ എന്നുള്ള സമാധാനം, ഇയാൾ അടിക്കണത് അബൂബക്കർ തങ്ങളെന്ന്. പടച്ച റബ്ബേ, അവസാനം ഇതിൽപ്പെട്ട ഒരു കഴുത ഈ മനുഷ്യനെ ചവിട്ടിയിട്ടാണ് ഇയാൾ ജീവൻ പോകുന്നത്. അങ്ങനെ അന്നത്തെ ഇമാമിന്റെ അടുത്തേക്ക് ഓടി വന്നത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഉടനെ പറഞ്ഞു, ആ ചവിട്ടിക്കൊന്ന കഴുത നോക്കൂ, അതിന്റെ പേര് ഉമർ എന്നായിരിക്കും, ചെന്ന് നോക്കിയെന്ന് പറഞ്ഞു. നോക്കുമ്പോ ഉമർ എന്ന് പേരിട്ട കഴുതയാണ് ഇയാളെ ചവിട്ടിയത്. ഒരു കഴുതയും ഒരാളും ചവിട്ടിക്കൊന്നിട്ടുള്ള ചരിത്രത്തിൽ. ഉമർ എന്ന് പേരുള്ള ആ കഴുത ഈ മനുഷ്യനെ ചവിട്ടിക്കൊന്നു എന്നാണ്. പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് ഈ സംഭവം അനുസ്മരിക്കാറുള്ളത്. പേരിൽ പലതിരിക്കുന്നുണ്ട്. ആ പേരുണ്ടായപ്പോ അതിന്റെ ഒരു ശൂരത ആ ജീവിയിൽ പോലും കാണപ്പെട്ടു. ഇങ്ങനത്തെ ആളുകൾ ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ ഇതിന്റെ മുൻഗാമികളെ ചീത്ത പറയരുത്. ഈ സമൂഹത്തിന്റെ പിൽക്കാലത്ത് വരുന്നവർ മുൻഗാമികൾ സുവർണ കാലഘട്ടക്കാരാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. സ്വഹാബത്തിന്റെ കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടമാണ്. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. മഴ നിർത്തിയിട്ടും കാര്യമില്ലായിരുന്നു, പോകാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോ നമ്മൾ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അത്രയ്ക്ക് മതി. സ്വഹാബത്തിന്റെ കാലഘട്ടം സുവർണകാലമാണ്. ഏറ്റവും നല്ല നൂറ്റാണ്ടാണ് സ്വഹാബത്തിന്റെ കാലഘട്ടം. അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടേത്, സുമ്മല്ലദീന യലൂനഹും, പിന്നെ താബിഈങ്ങളുടേത്. അങ്ങനെ 3 നൂറ്റാണ്ടുകളാണ് സുവർണം. പിന്നൊക്കെ അതിന്റെ സുവർണത്തിന്റെ താഴെ എന്തൊക്കെ മെഡലുണ്ടോ നിങ്ങൾ പറഞ്ഞോളൂ. അത് പിൽക്കാലത്ത് വരുംതോറും അതിന്റെ മഹത്വം കുറഞ്ഞു വരികയാണ്. ഏതുപോലെ നമ്മുടെ ഇന്നത്തേക്കാൾ ഖൈറായിരുന്നു. നമ്മുടെ വരാൻ പോകുന്ന നാളെ ഇന്നത്തേക്കാൾ മോശമാണ്. ഇത് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ പിൻഗാമികൾ മോശക്കാരാണ്. ആരെക്കാൾ? മുൻഗാമികളെക്കാൾ. കാലത്തിനൊരു മഹത്വം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അത് കിട്ടിയവരാണ് സ്വഹാബികൾ. അത് കിട്ടിയവരാണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബികൾ മുഴുവനും. അത് കിട്ടിയവരാണ് താബിഉകൾ. മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവും, മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവും, മഹാന്മാരായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവും, ഇവരൊക്കെ താബിഈങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഈ മഹത്വമുള്ള 3 കാലഘട്ടത്തിനുള്ളിൽ കഴിഞ്ഞു പോയവരാണ് 4 മദ്ഹബിന്റെ ഇമാമുമാർ. നമ്മൾ മനസ്സിലാക്കണം, മദ്ഹബിന്റെ ഇമാമിയങ്ങൾ കഴിഞ്ഞു പോയത് ഈ 3 നൂറ്റാണ്ടിനുള്ളിലാണ്. അവരെങ്ങനെയാണ് പിൻഗാമികൾ മോശക്കാരാക്കുക? അവരെങ്ങനെയാണ് ചീത്ത പറയാൻ കഴിയുക? അവരൊക്കെ ചെയ്തു വെച്ച സേവനങ്ങൾ എങ്ങനെയാണ് ചെറുതായി കാണുക? റമദാൻ മാസമായാൽ മൊത്തത്തിൽ ചർച്ച വരാറുണ്ട്. 8 വേണോ 20 വേണോ? വല്ലാതെ മടിയുള്ളവരൊക്കെയാണ് ഇപ്പൊ 8ന്റെ വീതം പോകുന്നതെന്ന്. അല്ലാതെ ഇപ്പൊ ഒരു ഈമാന്റെ ഉക്കൊണ്ടൊന്നല്ല ഇപ്പൊ പോണത്. 8ആകുമ്പോ കുറച്ച് സുഖമുണ്ട്. അപ്പൊ അതും വേണ്ടാന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ പിന്നാലെ ആളുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ ഒരാള് പോലും തറാവീഹ് 8 പറഞ്ഞിട്ടില്ല. ഒരൊറ്റാള് പോലും പറഞ്ഞിട്ടില്ല. അപ്പോ അത് ചെയ്യുന്ന അഹ്ലുസുന്നത്തിന്റെ ആശയക്കാരോട് നിങ്ങളത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ചെയ്ത ത്യാഗത്തെ കുറച്ചു കാണിക്കലാണ്. അവർ കാണാത്ത ഹദീസാണോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്? മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി എന്ന് പറഞ്ഞ ഹദീസ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ കാണാത്തതാണോ? 10 ലക്ഷം 1 മില്യൺ ഹദീസ് മനപ്പാഠമുള്ള ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. 1 മില്യൺ ഹദീസ് ചലഞ്ച് ചെയ്യാൻ കൊണ്ടുവരും. 1 മില്യൺ ഹദീസ് ഇത് കിട്ടൂല. ആകെ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മുടെ കയ്യിൽ പ്രിന്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ ഒന്ന് നോക്കിയാൽ 20,000-ൽ താഴെയാണ്. ഇത് വെച്ചിട്ടാ നമ്മൾ ഇജ്തിഹാദിന് ഇറങ്ങുന്നത്. ഇമാമുമാർ ചെയ്തു വെച്ച വിഷയങ്ങളിൽ ഇജ്തിഹാദ് വേണ്ട, ഈ മറ്റു പല വിഷയങ്ങളിലും ചെയ്തോ. ഇവർ കാണാത്തതല്ല. 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടായിരുന്ന അതിന്റെ നരേറ്റേഴ്സ് മുഴുവനും ഹദീസിന്റെ വചനമടക്കം അതിന്റെ സിൽസില മത്തിനടക്കം സനദടക്കം മനപ്പാഠമുണ്ടായിരുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഹംബലി മദ്ഹബിന്റെ ഇമാം. ഇവരൊക്കെ ചെയ്തത് നിസ്സാരാന്ന് നമ്മൾ വിചാരിക്കുന്നത്.
അവരൊക്കെ ചെയ്ത സേവനം കൊണ്ടല്ലേ നമുക്കിന്ന് ഇജ്തിഹാദ് ചെയ്യാതെ നമ്മുടെ മുമ്പിൽ ഇതാണ് ഹലാൽ, ഇത് ഹറാം, ഇത് കറാഹത്ത്, ഇത് മുബാഹ്, അമല് ചെയ്ത് ജീവിച്ചാൽ മതി. എന്നിട്ട് മദ്ഹബിന്റെ ഇമാമമാരെ ചീത്ത പറയല്ലേ. അത് ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവരെ പറയുന്നത്, ജഹ്ല് കൊണ്ടാണ്. ഞാൻ അവരെ ആക്ഷേപിക്കല്ല, പഠിക്കണം എന്ന് പറയാണ്. മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു അറബിയിൽ തന്നെ ഒരു പ്രോവർബ് ഉണ്ട്, ലാ യുഫ്താ വ മാലികും ഫിൽ മദീന, ലാ യുഫ്താ വ മാലികും ഫിൽ മദീന. ഇമാമു ദാരിൽ ഹിജ്റ, ഇമാമു ദാരിൽ ഹിജ്റ എന്ന് പറയുന്ന മദീനയുടെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മാലികി മദ്ഹബിന്റെ ഇമാമാൻ. അവർ ജീവിച്ചിരിക്കെ ലോകത്ത് ഒരു പണ്ഡിതനും ഫത്വ കൊടുക്കാൻ പാടില്ല. അത് കൊടുക്കാൻ അവകാശപ്പെട്ടത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മാത്രമാണെന്ന് അന്ന് താബിഈകളുടെ കാലഘട്ടം പ്രഖ്യാപിച്ച ഇമാമാണ് മാലികി മദ്ഹബിന്റെ ഇമാം. മദ്ഹബ് എന്ന് പറഞ്ഞ തള്ളല്ലേ, ആരാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. കൂഫയിലെ പള്ളിയിൽ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഇശാ നിസ്കരിച്ചിരിക്കുകയാണ്. ഇശായിൽ ഓതിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. القارعة ما القارعة وما أدراك ما القارعة يوم يكون الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. നാളെ അല്ലാഹു അമൽ തൂക്കി നോക്കുന്ന നേരത്ത് ഏതൊരുത്തന്റെ തുലാസ് നന്മ കനം കുറഞ്ഞു പോകുമോ ആ മനുഷ്യന്റെ അഭയസ്ഥാനം നരകമാണെന്നും ഏതൊരുത്തന്റെ തുലാസിൽ നന്മ കൊണ്ട് കനം തൂങ്ങുമോ അവന് നാളെ ഈശത്തുർ റാദിയ സംതൃപ്തമായ ജീവിതമാണുള്ളതെന്ന് അല്ലാഹു പറഞ്ഞ ഹിസാബിനെയും മീസാനിനെയും പറഞ്ഞ സൂറയാണ്. അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇമാം അവറുകൾ ചിന്തിച്ചിരുന്നു, ആയത്തുകളെ കുറിച്ച് ആലോചിച്ചിരുന്നു, തഫക്കുറിലായിട്ട് ഇരുന്ന് 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 ഒരുപാട് നേരം ഇരുന്ന് എല്ലാവരും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു പോയി. പള്ളി പൂട്ടി പോകുന്ന മുക്രി, പള്ളി പൂട്ടി പോകുന്ന മുഅദ്ദിൻ, ഇമാം ഒന്ന് എഴുന്നേൽക്കാൻ കാത്തു നിന്നു. ഇമാം എഴുന്നേൽക്കണില്ല. ഇമാം എഴുന്നേൽക്കട്ടെ എന്ന് കരുതി മുഅദ്ദിന് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു. ഇമാം എഴുന്നേറ്റിട്ടില്ല, മെഹ്റാബിലെ ഇരുത്തമാൻ. കുറെ നേരം കാത്തു നിന്നു. ലോകം കണ്ടന്നത്തെ ഏറ്റവും വലിയ ആലിമാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഹനഫി മദ്ഹബിന്റെ ഇമാം. മുക്രി എന്ന് വാതിൽ പൂട്ടാതെ പോയി. നടന്നത് ഇറാഖിലാണ്, കൂഫയിലാണ്. നമ്മൾ കാണാറില്ലേ പത്രത്തിലൊക്കെ കൂഫാൻ? ആ കൂഫയിലെ പള്ളിയിൽ ഇമാം അവറുകൾ ഇശാ കഴിഞ്ഞ് ഇരുത്തം ഇരുന്നിട്ട് മുഅദ്ദിൻ വീട്ടിൽ പോയി ഉറങ്ങി തിരിച്ചു വന്ന് സുബ്ഹിക്ക് വാങ്ക് വിളിക്കാൻ ഇമാമിനോട് സമ്മതം ചോദിക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോൽ ഐന റാഹന്നാസ്, ജനങ്ങൾ എവിടെ പോയി? ജനങ്ങളൊക്കെ പോയി ഉറങ്ങി. നേരം വെളുത്തു, സുബ്ഹിയായി. ഇമാം പറഞ്ഞു, ഈ സംഭവം നിങ്ങൾ ആരോടും പറഞ്ഞു പോകല്ലേ, ഇതാരോടും പറഞ്ഞു പോകരുത്. അവരാ ആലിമീങ്ങൾ. ഇതൊരു പബ്ലിഷ് ചെയ്ത് നോട്ടീസ് അടിക്കാൻ പറയല്ല, ഇത് പറയല്ലേ. ഇശാഇന്റെ വുദൂഓടുകൂടെ മെഹ്റാബിൽ ഇരുന്ന് ചിന്തിച്ചിരുന്നിട്ട് ആ ഇരുത്തം അവസാനിച്ചത് സുബഹിക്ക് വാങ്ക് വിളിക്കുന്ന നേരത്താണ്. മെഹ്റാബിൽ ഒരേ ഒരു ഇരുത്തം, ഉറങ്ങിയിട്ടില്ല, തൂങ്ങിയുറക്കത്തിലല്ല, ചിന്തിക്കുകയാണ്, ആലോചനയിലാണ്. അള്ളാഹുവിന്റെ ഈ സൂറയെ കുറിച്ച് ഞാൻ ആലോചിച്ചിരുന്നു പോയതാണെന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്തായതിന്റെ ശേഷമാണ്, ബഹുമാനപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞതിന്റെ ശേഷമാണ് ഈ മുക്രി, ഈ സംഭവം, ഈ മുഅദ്ദിൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. കാരണം ഇതൊരു ഇൽമാണ്, ഇത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ജീവിച്ചിരിക്കുമ്പോൾ അത് പറയുമ്പോൾ അഹങ്കാരം വന്നു പോയേക്കാമെന്ന് ഭയന്നുകൊണ്ടാണ് ഇതാരോടും പറയല്ലേ എന്ന് ഇമാം പറഞ്ഞത്. വഫാത്തായതിന്റെ ശേഷം പറഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത്. ഇത്തരം ആലിമീങ്ങളാണ് മദ്ഹബിന്റെ ഇമാമുമാർ. അവരിൽപ്പെട്ട മഹാരഥനാണ് ഇമാമുന
അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു ഹുജ്ജത്തുൻ ഫിൽ ലുഗ, അറബ് ഭാഷയ്ക്ക് തെളിവാണ് ശാഫിഈ ഇമാമിന്റെ വാക്കുകൾ. അങ്ങനത്തെ മഹാന്മാർ കഴിഞ്ഞു പോയത് 3 നൂറ്റാണ്ടുകൾ സുവർണമെന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ്. അവരെ ചീത്ത പറയല്ലേ, മദ്ഹബ് എന്താണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കല്ലേ. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവലഹാ, ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ, സമൂഹത്തിന്റെ മുൻഗാമികളെ മോശമാക്കി പറയരുത്, അത് അപകടമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഹബീബ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാമുന തുർമുദി റളിയല്ലാഹു അൻഹു, ഫർതഖിബൂ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, ഇൻദ ദാലിക, ഈ 16 വിഷയങ്ങൾ എന്റെ ഉമ്മത്തിൽ അരങ്ങേറിയാൽ നിങ്ങൾക്ക് കാണാം, റീഹൻ ഹംറാ, ചമൽ കാറ്റുകളും ചുവന്ന കാറ്റുകളും ചുടുകാറ്റുകളും, വസൽസലതൻ, ഭൂമിയെ അല്ലാഹു പ്രകമ്പനം കൊള്ളിക്കുന്നതും, വഖസ്ഫൻ, ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെടുന്ന അപകടങ്ങളും, വഖദ്ഫൻ, ആകാശത്ത് നിന്ന് ചരൽ മഴകൾ വർഷിക്കുന്നതും കഴിഞ്ഞില്ല. വആയാതിൻ തതാബ, തുടരെ തുടരെയായി ഉമ്മത്തിനെ പരീക്ഷണങ്ങൾ പിടികൂടിക്കൊണ്ടിരിക്കും. ഏതുപോലെ? കനിളാമിൻ ബാലിൻ, ഒരു നുരുമ്പിയ മാല പോലെ, ഖുതിഅ സിൽകുഹു, അതിന്റെ ചരട് മുറിച്ചു കളഞ്ഞാൽ, തതാബ, അതിന്റെ മുത്തുകൾ ഒന്ന് മറ്റൊന്നായി വീഴുന്ന പോലെ ഉമ്മത്തിന് അപകടങ്ങൾ വന്ന് പിടിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുസ്വത്ത്, സത്യസന്ധത, സകാത്ത്, ദീനീ വിദ്യാഭ്യാസം, ഭാര്യയെ ഭർത്താവ് അനുസരിക്കുന്നത്, ഉമ്മയെ വേദനിപ്പിക്കുന്നത്, പിതാവിനെ അകറ്റി നിർത്തുന്നത്, നൃത്തം ചെയ്യുന്ന പെൺകുട്ടികൾ, മ്യൂസിക് ഉപകരണങ്ങൾ, പള്ളികൾ ബഹളോന്മുഖമാകുന്നത്, മദ്യപാനം വർദ്ധിക്കുന്നത്, മദ്യപാനികൾ ഉണ്ടാകുന്നത്, പള്ളികൾ ബഹളോന്മുഖമാകുന്നത്, കുടുംബനാഥന്മാർ മോശക്കാരായി മാറുന്നത്, സമൂഹത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ മോശക്കാരായി മാറുന്നത്. ഒരു മനുഷ്യന്റെ തിന്മയെ പേടിച്ച് ഒരാളെ ബഹുമാനിക്കേണ്ട ഗതികേട് വന്നാൽ, ഈ സമൂഹത്തിന്റെ പിൻഗാമികൾ മുൻഗാമികളെ ചീത്ത പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹ്, ഉമ്മത്തിന്റെ ചരിത്രം, ഉമ്മത്തിന്റെ സംസ്കാരം അല്ലാഹുവിന്റെ റസൂൽ വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇത് അരുത്, ഇതരുത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാളെയിലേക്ക് ഇന്നലെയെ ചവിട്ടിപ്പിടിച്ച് കയറിപ്പോകാൻ സാധിക്കണം. അല്ലാമ ഇഖ്ബാൽ പറഞ്ഞു, ഇത് പ്രയാസമാണ്, സമൂഹത്തിന് ഇത് പ്രയാസമാണ്. आईने नौसडरना, आईने नौसडरना, तर्ज़े कुहन पे उड़ना, आईने नौसडरना, तर्ज़े कुहन पे उड़ना, मंजिल यही कठिन है कौमों की जिंदगी में. ആ പഴയ പാരമ്പര്യത്തിൽ നിന്ന് പോരാ, അതാണല്ലോ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. പുതിയത് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ സ്വീകരിക്കുക, എന്നിട്ട് പഴമയെ തള്ളിപ്പറയുക. ഇഖ്ബാല് പറയുന്നത് പാടില്ല. ആയീന നൗസഡർന, പുതിയ പുതിയ ആശയങ്ങളെ പേടിക്കുകയും, തർസേ കുഹൻ പെ ഉഡന, പഴയ പാരമ്പര്യത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നത്. മൻസിൽ യഹി കഠിൻ ഹേ ഖൗമോं की जिंदगी में, സമൂഹത്തിന് ഏറ്റവും പ്രയാസമുള്ളത് ഇതാണ്. വ്യക്തികൾക്ക് ഇത് സാധ്യമാണ്, പക്ഷെ ഒരു സമൂഹത്തെ ഒഴുക്കിനെതിരിൽ നിന്ദിപ്പിക്കുക എന്ന് പറഞ്ഞ പ്രയാസമാണ്. ആ ദൗത്യമാണ് ഉദിനൂറുകാർ മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന് മൊത്തം ഏറ്റെടുക്കാനുള്ളത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ മുഖത്ത് നിന്ന് തിന്മയെ തുടച്ചു നീക്കിയവർ ഞങ്ങളാണ് റബ്ബേ. सफ़हे दहर से बातिल को मिटाया हमने, नौअ इंसान का गुलामी से छुड़ाया हमने. മനുഷ്യരാശിയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചവർ ഞങ്ങളാണ് പടച്ചവനെ. അഭിമാനം പറയുന്നു. ഇത് ഇഖ്ബാലിന്റെ ശിക്വയിലെ വചനങ്ങളാണ്. മനുഷ്യൻ പറയുകയാണ്, തേരെ കഅബേ കോ ജബീനോ സെ ബസായാ ഹംനെ, നിന്റെ കഅബാലയത്തെ നെറ്റിത്തടങ്ങളെ കൊണ്ട് പ്രസരിപ്പിച്ചവർ ഞങ്ങളാണ്, കോരിത്തരിപ്പിച്ചവർ ഞങ്ങളാണ്. തേരെ ഖുർആൻ കോ സീനോ സെ ലഗായാ ഹംനെ, നിന്റെ ഖുർആനിനെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടെന്തേ റബ്ബേ ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ? എന്നിട്ടെന്തേ റബ്ബേ ബർഖ് ഗിർതി ഹെ തോ ബേചാരെ മുസൽമാൻ പർ, വല്ല ഇടിയും പൊട്ടുകയാണെങ്കിൽ അത് പൊട്ടി വീഴുന്നത് മുസ്ലിമിന്റെ തലയിൽ. എന്തേ റബ്ബേ ഇങ്ങനെ നീ വരുത്തി വെക്കുന്നത്? ഇത് ചോദിച്ച വാക്കുകളാണ് ശിക്വയിൽ.
दश्त तो दश्त है दरिया भी न छोड़ा हमने, दश्त तो दश्त है दरिया भी न छोड़ा हमने, बहर जुल्मात में दौड़ा दिया खोड़ा हमने. മരുഭൂമികൾ എത്രയാണ് പറയാനുണ്ടോ, നദികളും കടലുകളും കടന്ന് നിന്റെ ദൗത്യം ഞങ്ങൾ കൊണ്ടുപോയില്ലയോ റബ്ബേ. അല്ലാഹ് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താ നിങ്ങൾക്ക് പരീക്ഷണം വരുന്നത് എന്നല്ലേ? थे तो वो तेरे आबा मगर तुम क्या हो, हाथ पर हाथ धरे मुंतजिरे फरदा हो. ഇതൊക്കെ ചെയ്തത് നിന്റെ മുൻഗാമികളാണ്. നീ എന്ത് ചെയ്തു? നീ എന്താ ചെയ്തത്? നിന്റെ മുൻഗാമികൾ ചെയ്തത് നീ അഭിമാനം പറയല്ലേ. നീ എന്ത് മഗർ തും ക്യാ ഹോ, നീ എന്ത് ചെയ്തു? ഹാത്ത് പർ ഹാത്ത് ധരേ, കൈവേൽ കൈവച്ചുകൊണ്ട് മുൻതസിറെ ഫർദാഹോ, നാളെയെ കാത്തിരിക്കുകയാണ് നീ. ഒരു പണിയും ചെയ്യാതെ നാളെയെ കാത്തിരിക്കുകയാണ്. ഹൈദരി ഫഖർ ഹേ ന ദൗലത്തെ ഉസ്മാനി ഹേ, तेरे आबा से तुझे क्या निस्बते रूहानी है. അലി റളിയല്ലാഹു അൻഹുവിന്റെ ദാരിദ്ര്യമോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പൽ സമൃദ്ധിയോ നിനക്കില്ലെങ്കിൽ പിന്നെ നിന്റെ മുൻഗാമികളോട് നിനക്കെന്ത് ആത്മീയ ബന്ധമാണ്? നിസ്ബത്തെ റൂഹാനി, എന്ത് സ്പിരിച്വൽ റിലേഷൻഷിപ്പ് നിന്റെ മുൻഗാമികളുമായി നിനക്ക് എന്തുണ്ട്? നിനക്ക് യാതൊരു സ്പിരിച്വൽ ടൈസ് നിന്റെ മുൻഗാമികളോടില്ല തന്നെ. അതുകൊണ്ട് തുझे आबा से अपने कोई निस्बत हो नहीं सकती, നീയും മുൻഗാമികളും തമ്മിൽ ബന്ധമില്ലല്ലോ ഇന്ന്. ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. ഓ കിർദാർ, അവരങ്ങേറ്റം അധ്വാനിച്ചവരാണ്. നീ അധ്വാനിക്കണില്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രസ്താവന ഇറക്കുകയാണ്, പണിയെടുക്കുന്നില്ല. നീ ഒരിടത്ത് തന്നെ ഇരിക്കുകയാണ്. അവർ ലോകം ചുറ്റിക്കണ്ടവരാണ്, ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചവരാണ്, ദീനിന്റെ ദൗത്യവുമായി മുന്നിട്ടിറങ്ങിയവരാണ്. അതുകൊണ്ട് മുസ്ലിമേ, നീയും ഇറങ്ങ്. എങ്കിൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുമ്പോ അള്ളാഹ് പറയാണ്, ഞാൻ നിന്റെ ആളാണ്. നിനക്ക് സ്വർഗം മാത്രമല്ല നൽകാൻ പോകുന്നത്. യേ ജഹാൻ ചീസ് ഹൈ ക്യാ ലൗഹോ ഖലം തേരേ ഹൈ, ലൗഹും ഖലമും പിന്നെ നിനക്കാണ്. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇത് റമദാനിന്റെ രാവുകളാണ്. അള്ളാഹു നമുക്ക് ഇഅ്തഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു ഹിദായത്തിലേക്ക്, ദീനിലേക്ക് അള്ളാഹു തിരിച്ചു കൊണ്ടുവരുമാറാകട്ടെ. ദുആ ചെയ്യാണ്. എന്തെങ്കിലും ബാക്കിയുണ്ടോ? സമയം കുറച്ച് നീണ്ടുപോയി, ക്ഷമിക്കണം. നാളെ 8:30 മണിക്ക് തന്നെ ഇൻഷാ അല്ലാഹ് തുടങ്ങൂലേ? നാളെ നമ്മുടെ നൗഫൽ ഹുദവി എൻ്റെ സുഹൃത്താണ്. ഇൻഷാ അല്ലാഹ് നാളെ കൃത്യസമയത്ത് തന്നെ തുടങ്ങി നേരത്തെ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുക. ഇൻഷാ അല്ലാഹ് ഉദ്ഘാടനക്കല്ലേ, നീണ്ടുപോയത് ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ചിന്തിച്ചതും ആലോചിച്ചതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ നന്മയുടെ റെക്കോർഡിലേക്ക് ചേർക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മഴ പെയ്യുന്ന കാലത്ത് വീടുകളിൽ നിന്നിറങ്ങി നിന്റെ മജ്ലിസിലേക്ക് ഇൽമിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇങ്ങോട്ട് വന്നെടുക്കാനത്തെ ഓരോ കാൽവെപ്പുകളും അല്ലാഹുവേ നന്മയായി നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മർ റഹീമേ, ഇതിന്റെ ഹക്ക് കൊണ്ട്, ഇൽമിന്റെയും പരിശുദ്ധ റമദാനിന്റെ രാവിന്റെയും ഹക്ക് കൊണ്ട് റബ്ബേ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് മാപ്പാക്കി താ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടുകാരായ എല്ലാ മുഅ്മിനാത്തുകളും മരിച്ചുപോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണേ റഹ്മാനെ. അല്ലാഹു, ഈ നഗരി ഏതൊരു സഹോദരന്റെ പേരിലാണോ ആ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ആ സഹോദരന് അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. പാപമോചനം കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ നാടിൽ ഇതിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ പരിപാടിയുമായി, ഇവിടെ നടക്കുന്ന റിലീഫുമായി സഹകരിക്കുന്നവർ, സഹായിച്ചവർ, സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി ഓടി നടക്കുന്നവർ, കഠിനാധ്വാനം ചെയ്യുന്നവർ,
അല്ലാഹുവേ നീ എല്ലാവരെയും അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കവാടം ഈ നാട്ടിലേക്ക് നീ തുറന്നു കൊടുക്കണേ റബ്ബേ. മുസ്ലിമീങ്ങളുള്ള മുഅ്മിനീങ്ങളുള്ള എല്ലായിടത്തേക്കും നിന്റെ റഹ്മത്തിന്റെ കവാടം നീ തുറക്കണേ റഹ്മാനെ. ഏതെങ്കിലും ഗ്രാമവാസികൾ നന്നാവുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവർക്ക് ആകാശ ലോകങ്ങളുടെ കവാടങ്ങൾ, റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമെന്ന് നീ കരാർ ചെയ്തിട്ടുണ്ട് അല്ലാഹ്. ഈ റമദാനിന്റെ രാവുകളിൽ ഞങ്ങൾ നോമ്പുകാരായി നോമ്പനുഷ്ഠിച്ച് തറാവീഹും കഴിഞ്ഞ് ഇത്രയും നേരം ഇരിക്കുന്നതും ഈ പാതിരാവിനെ കാത്തിരിക്കുന്നതും റബ്ബേ ഞങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ നിമിത്തമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ അസുഖങ്ങൾ ഇതുകൊണ്ട് നീ ശിഫയാക്കി തരണേ റഹ്മാനെ. ഒരുപാട് അസുഖക്കാരുണ്ട് റബ്ബേ, സഹോദരിമാരും കുട്ടികളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും, ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണോ ഞങ്ങൾക്ക് ശിഫത റബ്ബേ. നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകണം തമ്പുരാനെ. മാരക രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മക്കൾക്ക് സ്വാലിഹീങ്ങളായി മക്കളെ നീ സ്വാലിഹീങ്ങളായി വളർത്തുകയും അവർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുകയും ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കണേ റബ്ബേ. അവർ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തിനെ കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു എത്രയോ ചെറുപ്പക്കാർ നാട്ടിലും വിദേശത്തും ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ ജോലികളിൽ ഖൈറും ബർക്കത്തും ചെയ്യണേ റബ്ബേ. അവർക്ക് ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് റബ്ബേ അവരുടെ പഠനത്തിൽ അവർക്ക് നീ മുന്നേറ്റം നൽകണേ റബ്ബേ. ബുദ്ധിശക്തിയും മെമ്മറിയും വർദ്ധിപ്പിച്ച് അല്ലാഹു അവരെ നല്ല പൗരന്മാരാക്കി ദീനിന്റെ നല്ല ആളുകളാക്കി ഈ ഉമ്മത്തിന് നീ സമ്മാനമായി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഉമ്മത്തിന്റെ യുവാക്കളും യുവതികളും മദ്യപാനികളും വ്യഭിചാരികളുമായി പോകാതെ കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമായ റബ്ബേ എല്ലാ തിന്മകളിൽ നിന്നും പൈശാചികതയിൽ നിന്നും ഉമ്മത്തിനെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരികൾക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് സ്വാലിഹാത്തുകളെ നീ ഇണകളായി നൽകണേ തമ്പുരാനെ. വിവാഹം കഴിഞ്ഞവർ അല്ലാഹുവേ മനപ്പൊരുത്തമുള്ള ദാമ്പത്യ ജീവിതം മുസ്ലിം ഉമ്മത്തിന് നൽകണേ റഹ്മാനെ. പ്രശ്നങ്ങളില്ലാതെ അല്ലലും അലട്ടലുമില്ലാതെ പ്രയാസങ്ങളില്ലാതെ കുടുംബങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ അനുഗ്രഹം നൽകണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. മക്കളെ ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടുകെട്ടി ഉമ്മത്തിന് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ തിന്മയിൽ നിന്നൊക്കെ മാറി ആഖിറത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ബോധമുണ്ടായി നിന്നിലേക്ക് തിരിച്ചു വരാൻ ഈ ഉമ്മത്തിന് ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. കടമങ്ങൾ വീട്ടി തരണമേ അല്ലാഹ്. കടബാധ്യതകൾ ഞങ്ങൾക്ക് നീ മോചനം നൽകണേ റഹ്മാനെ. ഗൾഫിലൊക്കെയുള്ള എത്രയോ സഹോദരന്മാർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, ഈ പരിപാടി വീക്ഷിക്കുന്നവരായ എല്ലാ ആളുകൾക്കും എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും മോചനം നൽകണേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരെയും റോഡ് അപകടങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ മരണം നിന്റെ ഭൂമിയിൽ എവിടെ വെച്ചായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നീ ഈമാൻ നൽകുമെങ്കിൽ അല്ലാഹു ഞങ്ങൾക്ക് ഈമാൻ നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അനുഗ്രഹം നൽകണേ റബ്ബേ. എത്രയോ ആളുകൾ മരിച്ച് ഖബറിലേക്കായി കഴിഞ്ഞു, ആഖിറത്തേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുക റബ്ബേ. അവർക്ക് എത്തിച്ചേർന്നിടത്തേക്ക് ഞങ്ങളും എത്തുമ്പോൾ നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാകണേ റഹ്മാനെ. അല്ലാഹുവേ റഹ്മർ റഹീം മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, നാളെ ഖബറിലും നിന്റെ വിചാരണയ്ക്ക് വേണ്ടി ഞങ്ങൾ ഖബറിൽ എഴുന്നേൽക്കുമ്പോഴും ഞങ്ങളുടെ അമലുകൾ തൂക്കി നോക്കുമ്പോഴും സിറാത്തിലൂടെ കടന്നു പോകുമ്പോഴും നീ ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ അല്ലാഹ്. നിന്റെ നരകം തൊടാതെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിജാഹി വഹഖ് നബിയിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على بحق صلى الله على محمد صلى الله ഉൾപ്പെടുത്തണം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
എന്ന് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി മസ്ഊദ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നിവിടെ നമുക്ക് അറിവിൻ്റെ മലർച്ചപ്പ് തുറന്നു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് സിംസാദ് ഹക്ക് ഉദവി മമ്പാടവറുകൾക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പേരിൽ ആദരപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഇവിടെ സംബന്ധിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. അസ്സലാമു അലൈക്കും.